Good evening, friends. Let me start the slideshow. I think that slide is visible and I'm audible. Intelligent lawyering. ആദ്യത്തെ ചോദ്യം കുറച്ചു പേർക്കറിയും. ഈസ് എ മെഡിക്കൽ ഡോക്ടർ. പുള്ളി ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? ഇനി അടുത്ത് ഞാൻ പറയാം. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഹൈലി ക്വാളിഫൈഡ് കോമ്പീറ്റന്റ് പേഴ്സൺ. ഹൗ? ഈ ഇരിക്കുന്ന നിങ്ങൾ തന്നെ ലോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്ലയൻസിനൊക്കെ. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം കേസ് ആസ് എ പ്ലെയിൻറ്റിഫ് ഓർ ആസ് എ ഡിഫൻഡന്റ് എത്ര കേസ് നിങ്ങൾ കാണും, അറ്റൻഡ് ചെയ്ത് അഡ്രസ് ചെയ്താണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ നമ്പട്ടെ, നമുക്ക് ഇന്ററാക്റ്റീവ്. ഐ വാണ്ട് ടു നോ വാട്ട് യു ഡോണ്ട് നോ. അപ്പോഴേ എൻ്റെ ടോക്ക് വന്നിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എത്ര കേസുകളുമായിട്ട് കോടതിയിൽ പോയിട്ടുണ്ട്? ഒരു നമ്പർ ഇട്ടെ ചാറ്റ് ബോക്സിൽ. 5 10 എത്രയാണെന്നുള്ളത് ഒന്ന് ഇട്ടെ. ലെറ്റ് മീ സീ. എന്ത് പറ്റി? കൈക്ക് എന്താണ് തളർച്ചയാണോ? ഓക്കെ, 3. ഓക്കെ, 5 വിൻസെന്റ് ജി. ദാറ്റ്സ് ഓൾ. വാട്ട് അബൌട്ട് ദി കോഷിജി ആൻഡ് ഇളങ്കോജി? ഒരു നമ്പർ എണ്ണ. ഇളങ്കോജിയൊക്കെ അവിടെ ചുമ്മാ അവിടെ ഇരിക്കരുത്, ഒന്ന് ഉഷാറാക്കണം. ഗിവ് മി എ നമ്പർ. ഇതിന്ന് ഒരെണ്ണം. അഡ്വക്കേറ്റ് ശ്രീനാഥ്. ഞാനിത് പറയുന്നത് വെച്ചാൽ ആരെയും കൊച്ചാക്കാനോ ഒന്നും അല്ല. ദി പോയിന്റ് ഇസ്, ഓക്കെ വെങ്കടേശൻ ജി, യു വോണ്ട് ബിലീവ്, ബട്ട് ദാറ്റ് ഈസ് എ ട്രൂത്ത്. ഞാൻ ഒരു 15 കേസുമായിട്ട് നാട്ടിലും ഇന്ത്യയിലും അമേരിക്കയിലും ഇങ്ങനെ പല കോടതികൾ കയറി ഇറങ്ങിയിട്ടുള്ളവനാണ്. ഒരു മോർ ദാൻ 25 ലോയേഴ്സുമായിട്ട് ഈ കഴിഞ്ഞ 1980 മുതൽ ഇപ്പോഴും 2025 വരെ മോർ ദാൻ 25 ലോയേഴ്സുമായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കോമ്പിറ്റന്റ് ആണെന്നുള്ളത് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ്സെട്ടെ ചാറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ചുമ്മാതെ ബുക്കിഷ് നോളജ് ഒന്നല്ലേ ഇവിടെ ഷെയർ ചെയ്യാൻ വരുന്നത്. ഒരുപാട് പഠിച്ചിട്ടുള്ളവനാണ് ഇതിനെ. സുബേഷ് കളരിക്കൽ, താങ്ക് യു. എന്നുവെച്ചാൽ ഞാൻ തോറ്റ കേസുകളുണ്ട്, എൻ്റെ കേസുകൾ. അതിനേക്കാളും ഇപ്പോഴും അവസാനമൊക്കെ ജയിച്ച കേസുകളാണ് കൂടുതൽ. അപ്പോൾ ആ ജയിച്ചതിൻ്റെ എല്ലാം വരികയാണ് ഞാൻ, അതിലോട്ട് വരികയാണ് ലോയറിങ്ങിൻ്റെത്. സോ ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 കേസ് ഇപ്പോഴും ഞാൻ നാട്ടില് 3 കേസ്. ഇവിടുത്തെ കേസുകളെല്ലാം ഒന്ന് തീർന്നു ഒരു 2 കൊല്ലത്തിന് മുമ്പ്. ഓവർ. അപ്പോഴത് കാരണം ഒരുപാട് ലോയേഴ്സുമായിട്ട് 25-ലേറെ ലോയേഴ്സുമായിട്ടും വർക്ക് ചെയ്തതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പഠിച്ച പാഠമാണ്. ഞാൻ ഈ ലോയേഴ്സിനെ 4 കാറ്റഗറിയിൽ പെടുത്തും. ചൂടാകരുത്, ആരും ചൂടാകരുത്, ഈഗോ വരരുത്. ഞാൻ പറയാൻ പോകുന്നത് 1 മരമണ്ടന്മാര്, 2 മണ്ടന്മാര്, അടുത്തത് ബുദ്ധന്മാര്, അതിന്റെ മുകളിൽ പ്രബുദ്ധന്മാര്. മനസ്സിലാകുന്നല്ലോ? പിന്നെ നമ്മുടെ അവിടെ എല്ലാം പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞ എല്ലാം പ്രബുദ്ധരാണെന്ന് ഇല്ല കേട്ടോ. ഞാൻ വർക്ക് ചെയ്ത ലോയേഴ്സ്, അമേരിക്കയിലുള്ള ലോയേഴ്സും നല്ല മരമണ്ടന്മാരുണ്ട്, നാട്ടിലും മരമണ്ടന്മാരുണ്ട്. അങ്ങനെ മരമണ്ടന്മാരായിട്ട് വർക്ക് ചെയ്ത് എൻ്റെ കേസെല്ലാം തോറ്റ ചരിത്രവും എനിക്കറിയാം. അതിനുശേഷം ഞാൻ ഒരു ലോയറെ ഹയർ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളാണ്. അല്ലേ, ലോയർ എന്നെ ഒരു പാർട്ട്ണറായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് ലോയറത്ത് ഞാൻ പിന്നെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, അവരാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ഫോർ യുവർ ഇൻഫർമേഷൻ, ഇവിടെ ഞാൻ 3 സ്റ്റേറ്റിൽ ഞാൻ താമസിച്ചിട്ടുണ്ടപ്പോൾ. ഒന്ന് മിഷിഗൻ, പിന്നെ അയോവ, ഇപ്പോൾ അവസാനം കാൻസസ്. ഈ കാൻസസിലെ ഞാൻ ഫെഡറൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഫെഡറൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡിസ്ക്രിമിനേഷൻ ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. ഗവൺമെന്റിൽ ഇപ്പോൾ കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ, റേഷ്യൽ, ഇത് എല്ലാം വെച്ച് കോമൺ ആണ്.
മിക്കവരും അതായത് അടിമകളെ പോലെ ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതെ സഫർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയല്ല. ഇവിടെ എല്ലാം നിയമവും എല്ലാം ഉണ്ട്, പോളിസിയൊക്കെ ഉണ്ട്. ഹറാസ്മെന്റ് പ്രിവെൻഷൻ പോളിസി, ഡിസ്ക്രിമിനേഷൻ പ്രിവെൻഷൻ വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ അതിലുടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അത് എത്ര 45 ദിവസത്തിനകത്ത് നിങ്ങൾ ആരെങ്കിലും ഹരാസ് ചെയ്തു നിങ്ങളുടെ വർക്ക് എൻവയോൺമെന്റിൽ, ദെൻ യു മസ്റ്റ് റിപ്പോർട്ട് ദാറ്റ് വൺ. പിന്നെ അതൊരു പ്രോസസ്സാണ്. നല്ലൊരു ശതമാനം എംപ്ലോയീസും ദേ ഡോണ്ട് എസ്പെഷ്യലി ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന എൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന 5 ഡോക്ടേഴ്സ് ഇല്ല. ആ 5 പേരും ഇത് സഹിക്കാൻ പറ്റാതെ ചിലർ ജോലി രാജിവെച്ച് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പോയില്ല. ഞാൻ ആ നിയമം ഇതുണ്ടല്ലോ, ഐ സ്റ്റുഡ് അപ്പ്, ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴെന്താണ്, ഒരുപാട് അവർ ഇന്റൻസിഫൈ ചെയ്തു ഹറാസ്മെന്റ്, കൂട്ടുകയാണ്. എന്നിട്ട് ഇനിയാണ് നിങ്ങളുടെ ഇന്റലിജന്റ് ലോയറിങ്ങിലോട്ട് വരികയായിട്ട്. ഞാൻ അയോവയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ഞാൻ ഇതെല്ലാം കേസ് ഫയൽ ചെയ്തു. അവസാനം ഹിയറിങ്ങിന് ജഡ്ജിന്റെ ഇങ്ങോട്ടേക്ക് വരികയാണ്, പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ ലോയേഴ്സിനെ തപ്പുന്നു. അപ്പോഴാണ് ലോയേഴ്സിനെ കിട്ടാനില്ല. എന്താണ് കുറെ പേര് പറഞ്ഞത്, വി ഡോണ്ട് ഹാൻഡിൽ ദി എംപ്ലോയ്മെന്റ് റിലേറ്റഡ് കേസസ്. എൻ്റെ ജോലി തെറിച്ചു. മൈ കോൺട്രാക്ട് വാസ് നോട്ട് റിന്യൂഡ്. ഐ ബിക്കേം അൺഎംപ്ലോയിഡ് ആൻഡ് ദേ മെയ്ഡ് മീ അൺഎംപ്ലോയബിൾ. ഇവിടെ അടുത്തൊരു ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ, ദിസ് ഹാപ്പൻഡ് 23 years ago, മൈ ഡിയർ ഫ്രണ്ട്, 20 years ago. ഇവിടെ ഒരു ഡോക്ടർക്ക് അടുത്തൊരു ആശുപത്രി ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹോസ്പിറ്റലിൽ എവിടെ വർക്ക് ചെയ്തോ അവിടുത്തെ HR, അവിടുത്തെ സൂപ്പർവൈസറെ അവരെ കോണ്ടാക്ട് ചെയ്യും. ഇവർ പറയുന്ന ഇതിലാണ്. ഇവർ നെഗറ്റീവായിട്ട് പറഞ്ഞോ എടുക്കത്തില്ല. ജോസ് അഗൻസ്റ്റ് ജി, യു ഗെറ്റ് മൈ പോയിന്റ്. ദേ വോണ്ട്, ബിക്കോസ് ഇവിടെ വന്നിട്ട് മാൽ പ്രാക്ടീസ്, അമേരിക്കയിൽ മാൽ പ്രാക്ടീസ് വലിയൊരു ഇഷ്യൂ ആണ്. മാൽ പ്രാക്ടീസ് ഒരു ഡോക്ടറെ കുറിച്ച് നെഗറ്റീവ് മറ്റൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എടുക്കത്തില്ല, ഹയർ ചെയ്യത്തില്ല. അങ്ങനെ എൻ്റെ നെഗറ്റീവായിട്ട് ഇവർ കമൻറ്റ് കൊടുത്ത് ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം, നമ്മുടെ വടയെല്ലാം കഴിച്ചുകൊണ്ട് ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ് എന്നൊക്കെയുള്ള അമേരിക്കയിൽ വന്നിട്ട്. അപ്പോഴെൻ്റെ പ്രായം കഷ്ടിച്ച് 53. ഞാൻ അമേരിക്ക വന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്, 42ാമത്തെ വയസ്സിലാണ് വരുന്നത്. അപ്പോൾ കഷ്ടിച്ചൊരു 10 കൊല്ലം എന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ചക്രം പോലും നേരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ചക്രം കിട്ടിയിട്ടില്ല. അപ്പോഴെന്നെ ജോലി തെറിച്ചു, അൺഎംപ്ലോയിഡ്, ആൻഡ് ദേ മേഡ് മീ അൺഎംപ്ലോയബിൾ. കേസുമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് കുറേ വക്കീൽമാർ എടുക്കത്തില്ല. ഇവിടെ കൊണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്, ഡിവോഴ്സ് ലാ, മറ്റേ ലാ, ഇങ്ങനെ ഓരോന്നും പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. പ്ലെയിൻറ്റിഫ് എംപ്ലോയി ലാ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ കുറച്ച്. അതിലും ചിലർ അപ്രോച്ച് ചെയ്യുമ്പോൾ ആരാണ് നിങ്ങൾ യൂസ് യുവർ, ആർക്കെതിരെയാണ്? വാൾമാർട്ടാണോ, ആമസാണോ? അല്ല, ഞാൻ പറഞ്ഞു ഫെഡറൽ ഗവൺമെന്റ്. ഓ നോ, ഫെഡറൽ ഗവൺമെന്റ് കേസ് നോ വേ. അവർക്ക് വലിയ ആർമിയുണ്ട്. ഫെഡറൽ ഗവൺമെന്റിന് ആർമി ഓഫ് ലോയേഴ്സ്. നമ്മുടെ നാട്ടിലെ കപിൽ സിബൽ, അഭിഷേക് മൻസിംഗ് പോലെ അവർക്ക് വലിയ ലോയേഴ്സ് ഉണ്ട് അവരുടെ പേറോളില്. അതാണ് ഇവർക്ക് മിക്കവാറും ഇതില്ല, കോൺഫിഡൻസും ഇല്ല, ഇതുമില്ല. അത് മാത്രമല്ല, ഒരുപാട് പ്രോസസ്, ലീഗാലിറ്റി എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഐ വാസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് എനി ലോയർ. ജോസ് ജി, ശ്രീലത ജി, പിടികിട്ടുന്നുണ്ടോ എന്റെ സിറ്റുവേഷൻ? നോക്കിക്കോളാം. അപ്പൊ എന്റെ ഫ്യൂച്ചർ കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോ ഹിയറിങ്ങിന് പോകുന്ന ജഡ്ജിന് മുമ്പിൽ ലായറും ഇല്ല. അപ്പൊ 53ാമത്തെ വയസ്സിന് ഒന്നും ഇല്ലാതെ വീട്ടില് ഇപ്പൊ ശ്രീലത ഇപ്പം കപ്പലണ്ടിയാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, സമോസയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ അതേപോലെ കപ്പലിന്റെ, കുഴപ്പമില്ല, കണ്ടിന്യൂ, കുഴപ്പമില്ല കേട്ടോ, അത് വല്ല കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ വാട്ട് ഡിഡ് ഐ ഡു? ഏതായാലും ജോലിയില്ല, വീട്ടിയിരിക്കുന്നു. ഐ വെന്റ് ടു ദി ലോ ലൈബ്രറി. ഞാൻ വർക്ക് ചെയ്ത അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ടൗൺ ആണ്, അവിടെ ലോ കോളേജ് ഉണ്ട്. ഐ വെന്റ് ടു ദി ലോ ലൈബ്രറി. എനിക്ക് എന്നെ റെപ്രസെന്റ് ചെയ്യാം. വക്കീലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇഫ് യു ഡോണ്ട് ഹാവ് എ ലോയർ യു ക്യാൻ റെപ്രസെന്റ്. അതുപോലെ ഞാൻ വിചാരിച്ചു, ശരി, ഞാൻ തന്നെ ഇനി വായിച്ചളയാം. ഒരു വക്കീലിന്റെ വേഷം
അതുകൊണ്ടാണ് നമ്മുടെ ഇളങ്കോജി എന്നെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് ഇളങ്കോജി, ഞാൻ ഒരു അഡ്വക്കേറ്റിന്റെ ആ റോളിൽ തന്നെ പോകാനായിട്ട് ഉള്ള ബുക്സ് എല്ലാം എടുത്ത് എന്താണ് എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, എവിഡൻസ് എന്തൊക്കെയാണ് എല്ലാം എടുത്ത് വായിക്കുന്നു ഞാൻ. ഒരു 4-5 മാസം എവറി ഡേ ഐ സ്പെൻഡ് ഈസിലി ഒരു 3 to 4 hours ഇൻ ദാറ്റ് ലൈബ്രറി. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ, ഞാൻ ലോയർ ആയെന്നുള്ള സെൽഫായിട്ട് ഒരുപാട് വായിച്ചു. വെച്ചാൽ സർവൈവലിന്റെ ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ സർവൈവൽ ത്രട്ടാണ്, അല്ലെങ്കിൽ ഇല്ല ഇനി ഓവർ. വായിച്ചു, ഒരുപാട് ഐഡിയ കിട്ടി എങ്ങനെയാണ് അടുത്തത് എന്താണ് കോടതി മുറിയിൽ എന്തൊക്കെ പാലിക്കണം, എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ, എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ദി ആർട്ട് ഓഫ് ഇതിൻ്റെയൊക്കെ ദി ആർഗ്യുമെന്റ്, എങ്ങനെ ആർഗ്യൂ ചെയ്യണം, എല്ലാം വായിച്ച് റെഡിയായി. അങ്ങനെ റെഡിയായിരിക്കുമ്പോൾ ഇറ്റ് സോ ഹാപ്പൻ ഒരു നെയ്ബറിങ് സിറ്റി, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30-35 മൈൽ അപ്പുറത്തുള്ള അവിടെ ഈ പ്ലെയിൻറ്റിഫ് ലോ, എംപ്ലോയി ലോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോ ഫേം ഉണ്ടെന്നുള്ള അറിഞ്ഞു. അപ്പോഴും ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബിക്കോസ് യു ആർ ലോയേഴ്സ്, യു നോ ദാറ്റ് കണ്ടിൻജൻസി ഫീ ബേസിസിൽ, കണ്ടിൻജൻസി അതായത് നമ്മുടെ അവിടെ ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് കണ്ടിൻജൻസി ഫീ ബേസ് ആണല്ലോ കേസ് എടുക്കുന്നത്. ജയിച്ച് കിട്ടിയ കോമ്പൻസേഷൻ 10 ലക്ഷം കിട്ടിയ ആ വക്കീലിന് ഒരു 3 ലക്ഷം കൊടുക്കണം, ബാക്കി 7 ലക്ഷം മറ്റേ ആൾ കിട്ടും. അപ്പം വക്കീൽ ആ കേസ് എടുക്കുന്നതെന്ന് അറിയാം, വലിയൊരു എമൗണ്ട് കിട്ടും, ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണ് കണ്ടിൻജൻസി ഫീ ബേസിസ്. അപ്പോൾ ഇവിടെയും കണ്ടിൻജൻസി ഫീ ബേസിൽ വക്കീൽ എടുക്കും. ആരാണ്? മെഡിക്കൽ മാൽ പ്രാക്ടീസ് കേസ്. ഇവിടെ എംപ്ലോയി ഉള്ള എംപ്ലോയ്മെന്റ് ഇതൊക്കെ എടുക്കാനായിട്ട് കണ്ടിൻജൻസി ഫീ ബേസിൽ വക്കീലെ കിട്ടാൻ പ്രയാസമാണ്. ഒരു കോടതി ചെന്ന് ഈ കേസ് വക്കീലായിട്ട് പൊക്കഴിഞ്ഞാൽ വക്കീലിന്റെ ബില്ല് വരുന്നത് $50,000 to $150,000. ഇപ്പോഴത്തെ കണക്കാഴ്ച 150,000 എന്ന് പറഞ്ഞാൽ 1.25 കോടി രൂപയിൽ ഏറെയാണ്. അപ്പൊ അത്രയും 8 കേസും തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നാലോചിച്ച് നോക്കിയ ജോസി, അത്ര ഇറക്കി. അത് കാരണം ഐ വാണ്ടഡ് ടു ഗെറ്റ് എ ലോയർ ഈ കണ്ടിൻജൻസി ബേസിൽ. അപ്പോഴതിനെന്താണ്, ഞാൻ ആ ലോ ഫേമിൽ ചെന്ന് കാണുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആദ്യം ഫോണിൽ കൂടെ ചോദിച്ചു, ഡു യു ടേക്ക് കേസസ് ഓൺ കണ്ടിൻജൻസി ഫീ ബേസിസ്? അയാൾ പറഞ്ഞു, ദാറ്റ് ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞു, ഡിപ്പെൻസ് ഓൺ വാട്ട്? ഡിപ്പെൻസ് ഓൺ the case, how strong your case is, whether it is a winnable case, probability of winning. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ്, മൈ കേസ് വെരി സ്ട്രോങ് കേസ്. അയാൾ വളരെ സർക്കാസ്റ്റിക് പറഞ്ഞു, എവരിബഡി തിങ്സ് ദാറ്റ് ദെയർ കേസ് ഇസ് സ്ട്രോങ്. എല്ലാവരും അവരുടെ കേസ് സ്ട്രോങ് ആണെന്നേ വിചാരിക്കത്തുള്ളൂ. അതെ, ഞാൻ പറഞ്ഞു, ഐ ക്യാൻ കൺവിൻസ് യു. ഓക്കെ, അയാളൊരു എന്നെ മീറ്റ് ചെയ്യാനായിട്ട് വന്നു. ഇവിടെയാണ് ഞാൻ ഈ ലോ ബുക്കിൽ നിന്നൊക്കെ പഠിച്ചത്. കാരണം ഞാനൊരു ലോയറെ പോലെ, അങ്ങേരെ ഒരു ജഡ്ജിനെ പോലെ, യു ഫോളോ മീ, ഐ ഹാവ് ടു കൺവിൻസ് ആൻഡ് പെർsuade ദി ജഡ്ജ്. ഇപ്പൊ നിങ്ങൾ എന്നെ കോടതിയിൽ ആർഗ്യൂ ചെയ്യുന്ന എന്താണ്? യു വാണ്ട് ടു കൺവിൻസ് ദി ജഡ്ജ് ആൻഡ് പെർsuade ദി ജഡ്ജ്. അപ്പൊ ഞാൻ ഇയാളെ കൺവിൻസ് ചെയ്യുന്നു, അയാളെ പെർsuadiക്കാനായിട്ട് വളരെ ബ്രീഫായിട്ട് ആദ്യമേ ഹോംവർക്ക് ചെയ്തിട്ട്. ലാത്തി അടിച്ചുകൊണ്ടെന്നാൽ ശരിയാകത്തില്ല. ഇവിടെ എല്ലാം ടൈമെല്ലാം വളരെ ഇതാണ്. ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ആർഗ്യുമെന്റ് പറയുന്ന പോലെ ഐ വെന്റ് ദെയർ പ്രിപ്പയർഡ്. ഞാൻ പറഞ്ഞു, റൈറ്റ് നൗ ഐ നോ ടു വിൻ എ കേസ് യു നീഡ് 4 things. ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കുന്നുണ്ട് കുറെ കഴിഞ്ഞിട്ട്. യു നീഡ് 4 things. ഫ്യൂസ്. എന്താണ് ഫ്യൂസ്? 4 things. ഇനി ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നൗ ലെറ്റ് മീ സ്റ്റാർട്ട് ദി സ്ലൈഡ് ഷോ. എന്നിട്ട് ഇതിന്റെ കഥ പിന്നെ കുറെ കഴിഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട്, യെസ്, he took my case on contingency fee basis. എന്നിട്ട് അവസാനം വളരെ അടുത്തായി, ഹിയറിങ്ങിനുള്ള ടൈമും ഇതും തമ്മിൽ കഷ്ടിച്ചൊരു 1-1.5 മാസമേ ഉള്ളൂ. അപ്പോഴയാൾ പറഞ്ഞു, ഡോക്ടർ, യു തിങ്ക് ലൈക്ക് എ ലോയർ. അതാണ്, യു തിങ്ക് ലൈക്ക് എ ലോയർ ആൻഡ് യു റൈറ്റ് ലൈക്ക് എ ലോയർ. ഇതല്ലേ എൻ്റെ ഒരുപാട് ഇമെയിലും കമ്മ്യൂണിക്കേഷനും എല്ലാം കണ്ടു. ആൻഡ് യു സ്പീക്ക് ലൈക്ക് എ ലോയർ. So I would like to work with me in a partner പോലെ ആക്കുകയാണ്, and do the homework, because I don't have that much time to prepare. Can you do that one? ഞാൻ പറഞ്ഞു, യെസ്. അങ്ങനെ ഞാൻ എല്ലാം ഇതും ഈ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ മുതൽ എല്ലാത്തിലും ഞാൻ ഇത് ചെയ്തു. അവർ ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കും, പെറ്റീഷന് ഒരു ഡ്രാഫ്റ്റ് അയക്കും, അതിനെ എഡിറ്റ് ചെയ്യുന്നതും
മോഡിഫൈ ചെയ്യുന്നതും എല്ലാമായിട്ട് ആ കേസ് ജോസ് ജി, Yeah. ഐ വൺ ദി കേസ്. Oh, 2 കൊല്ലം great. ഞാൻ 2 കൊല്ലം ജോലി ഇല്ലാതിരുന്ന ഞാൻ Ah. ആ ജഡ്ജി വന്നിട്ട് റീഇൻസ്റ്റേറ്റ്മെന്റ് വിത്ത് ഫുൾ ബാക്ക് പേ പോരെ. Oh my God. What duration you had? 2 കൊല്ലം 2 2 കൊല്ലം. കൊല്ലത്തെ 2 കൊല്ലം. റീഇൻസ്റ്റേറ്റ്മെന്റ് വിത്ത് ഫുൾ ബാക്ക് പേ ആൻഡ് വിത്ത് ഇൻട്രസ്റ്റ്. അത് പലിശ ചെയ്ത് എനിക്ക് തരണം. ആൻഡ് എനിക്കുണ്ടായ മെന്റൽ ആഗണി സഫറിങ്ങിന് അതിനൊരു കോമ്പൻസേഷൻ. Oh, എന്നിട്ട് wonderful. വക്കീലിന്റെ ഫീസ്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കൺവിൻസ് ആയോ ഞാൻ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ എല്ലാ വിധത്തിലും കോമ്പിറ്റന്റും ആണെന്നുള്ളത്? ആണ്. ചിലപ്പോൾ ഡോക്ടർ ആകണ്ടല്ല, ലോയർ ആവണ്ടായിരുന്നു. ഇനി ഇത് തന്നെയാണ് ആ കേസ് കഴിഞ്ഞ ശേഷവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസ് കഴിഞ്ഞപ്പോഴും എൻ്റെ വക്കീലന്മാർ പറയുന്നത്, ഡോക്ടർ യു ആർ ചോസൻ ദി റോങ് പ്രൊഫഷൻ. പറയാണ്, യു ആർ ചോസൻ ദി റോങ് പ്രൊഫഷൻ. യു ഷുഡ് ഹാവ് ബിക്കം എ ലോയർ. യു വുഡ് ഹാവ് ബീൻ വെരി ഹൈലി സക്സസ്ഫുൾ. ആൻഡ് എസ്പെഷ്യലി if you choose right now also, it is not late. Choose become a medico legal malpractice lawyer. You have the medical knowledge and you know how to argue. You will be very successful. എൻ്റെ കോവർക്കേഴ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്ത റിട്ടയർ ചെയ്തവരെ ഞാൻ ഒരു 1-2 മാസത്തിലൊരിക്കൽ ഞങ്ങൾ മീറ്റ് ചെയ്യും. അവർ പറയും, when are you going to join this law school? Dr. Dear, when are you going to join the law school? Okay, ഞാൻ പറയും, I'm already 73. No, you go. ഞാൻ പറഞ്ഞു, അവർ പറയും, അവർ എക്സൈറ്റഡ് പറഞ്ഞു, ഒരു ലാ പ്രാക്ടീസ് ബിൽഡ് ചെയ്ത് വരാൻ തന്നെ കുറഞ്ഞത് ഒരു 5 മുതൽ 10 വർഷമെങ്കിലും എടുക്കും. ഓവർനൈറ്റ് ഒന്നും വരത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും എൻ്റെ ഫോട്ടോയിൽ പ്ലാസ്റ്റിക് മാലയും ഒരു 0 വാട്ട് ബൾബ് ചിലപ്പോൾ കയറിയിരിക്കും കേട്ടോ. ഇതെല്ലാം പഠിച്ചിട്ട് കാര്യമില്ല. സോ വിത്ത് ദാറ്റ് വൺ, ലെറ്റ് മീ സ്റ്റാർട്ട് ദി സ്ലൈഡ് ഷോ. This is my mission. This is my, Pansite is my brand name. Entertain, educate, enlighten and empower. ഞാനിപ്പോൾ എന്റർടൈൻമെന്റ് തുടങ്ങിയോ? എഗ്രി ചെയ്യുന്നുണ്ടോ? ആം ഐ ആൻ എന്റർടൈനർ? ഞാൻ ഒരു എന്റർടൈനർ ആണെന്നുണ്ടെങ്കിൽ എസ് ഇട്ടെ ചാറ്റ് ബോക്സിൽ. യെസ്, ഓക്കെ. ശ്രീതാജി, ഇവർ കോഷിജിയൊക്കെ എന്ത് പറ്റി അവിടെ? കൈക്ക് എല്ലാം തളർച്ചയാണോ? കുറെ പേരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആർക്കും തന്നെ ഇതിൽ കീബോർഡിൽ ഒരു വിരലുണ്ട്, ഒരേ വർണ്ണം ഒന്ന് ഇത് ചെയ്യാനായിട്ട് എന്തൊരു പ്രയാസം. ഓക്കെ, സാംസങ്, താങ്ക് യു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അതല്ലേ പോളിറ്റീഷ്യൻസിന് എന്താണ് അവർക്ക് ആവേശം കൂടുന്നത്? കൈയടിക്കുന്നു ഓരോരുത്തരും. അപ്പോഴാണ് അവർക്ക് ആവേശം കൂടുന്നത്. മോഡി ആയാലും രാഹുൽ ഗാന്ധി ആയാലും കൈയടിക്കുന്നു. ഇവിടെ എനിക്ക് ആവേശം തരണ്ടേ കോഷിജി? ഗുഡ്, താങ്ക് യു, എന്തെങ്കിലും ഇട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തോന്നാണ് ഇവിടെ? ആരെങ്കിലും കേൾക്കുന്നുണ്ടാ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ ശ്രീകുമാറിനെ സംസാരിക്കും, ജയതി ശ്രീകുമാറിനെ പോലെ. ആരെങ്കിലും ഉണ്ടാ അവിടെ? എന്തെങ്കിലും ഉണ്ടാ അവിടെ? ഏതെങ്കിലും അപ്പി അവിടെ വല്ലതും കേട്ടോണ്ടിരിപ്പുണ്ട്? അപ്പി ആരും ഉണ്ടോ? അതോ ടേൺ ചെയ്തിട്ടെല്ലാം വേറെ എവിടെയും പോയോ? എങ്ങോട്ടെങ്കിലും പോയോ? കുറേ പേരൊക്കെ കയറും, എന്നിട്ട് വേറെ എങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ഇല്ല, പൊടി പോലും കാണത്തില്ല. ഓക്കെ, താങ്ക് യു. And my webinar is always based on FAQ. നിങ്ങൾ കേട്ടാണ് FAQ, frequently asked questions. അതല്ല. F stands for facts. A stands for anecdotes. അതായത് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആൻഡ് സ്റ്റോറീസ് ആൻഡ് കൊട്ടേഷൻസ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഈ കോട്ടാണ് ആദ്യത്തെ കോട്ടായിട്ട് ചെയ്യുന്നത്. ഫാക്ട്സ് ആർ ഫാക്ട്സ് ആൻഡ് വിൽ നോട്ട് ഡിസപ്പിയർ ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ലൈക്സ്. ഞാൻ ചിലതൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അവരുടെ പ്രിജുഡീസ് ആണ് വരുന്നത്. ദേ ഹാവ് സം ബയസ്. അപ്പോൾ ആർഗ്യൂ ചെയ്യാൻ വരും. അപ്പോൾ ഞാൻ പറയും, ഫാക്ട് ഉണ്ടോ? ഇഫ് യു ഡിസഗ്രി, ഫൈൻ, ബട്ട് യുവർ ഡിസഗ്രിമെന്റ് ഷുഡ് ബി സപ്പോർട്ടഡ് വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസ്. അപ്പോഴത്തേക്ക് മിക്ക എണ്ണവും വാഴയ്ക്കും. അല്ലെങ്കിൽ നാട്ടിൽ ഇടയ്ക്ക് ചുമ്മാതെ തർക്കിക്കാനായിട്ട്, വെറുതെ തർക്കിച്ച് സമയം കളയാനായിട്ട്. നോ. അതുകൊണ്ടാണ് ആ നെഹ്റുവിന്റെ ആ കൊട്ടേഷൻ ഇട്ടത്. ഫാക്ട്സ് ആർ ഫാക്ട്സ്. ന്യൂമറസ് ബുക്സ് ആണ് ലോയറിങ്. ഞാൻ പറഞ്ഞല്ലോ, കുറേയൊക്കെ ഞാൻ ലൈബ്രറി കയറി ഇറങ്ങി വായിച്ചിട്ടുള്ളവനാണ്. എസെൻഷ്യൽ ലോയറിങ് സ്കിൽസ്, എ പ്രാക്ടിക്കൽ ഗൈഡ് ടു ലോയറിങ് സ്കിൽസ്, ടീച്ചിങ് ലോയറിങ് സ്കിൽസ്, ഇങ്ങനെ ബുക്സ് ഉണ്ട്. ഇനി ഡെഫിനിഷൻ ഓഫ് ദി വേർഡ്, ഇന്നത്തെ ടോപ്പിക് ഇന്റലിജന്റ് ലോയറിങ്. എന്താണ് ഇന്റലിജന്റ്? ഹാവിങ് ദി എബിലിറ്റി ടു ഈസിലി ലേൺ.
അവിടെ വേർഡ് എന്താണ്? ഈസിലി ലേൺ ഓർ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ആർ ടു മാനേജ് പ്രോബ്ലംസ് എഫക്റ്റീവ്ലി. അതാണ് ഇന്റലിജന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണെന്ന് വെച്ചാൽ സി എന്നിട്ട് ആൽഫബറ്റ്. First, you must know the definition. What exactly is the intelligent? Okay, thank you, Koshiji. Intelligent. Okay, Langoji. അത് ആ എഫിഷ്യൻസി എല്ലാം വരണം. താങ്ക് യു സാംസങ്, പേരൊന്നും ഇടുന്നില്ല. അല്ലാതെ അയാൾ ഇന്റലിജന്റ് ആണ്. എന്തോന്ന് ഇന്റലിജന്റ്? ഒരു കാര്യം പെട്ടെന്ന് പിടികിട്ടണം, എന്നിട്ട് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ കഴിയണം. എബിലിറ്റി ടു തിങ്ക് ഓൺ ദി ഫീറ്റ്. ആ ഒരു കാര്യത്തിൽ whether you like it or not, facts are facts. ഇന്നത്തെ മറ്റേ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ആ യൂറോപ്പിലും മറ്റിടത്തെല്ലാം പോകുമ്പോൾ ആ ഇന്റർവ്യൂവിൽ ജേർണലിസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? കണ്ടോ? ദി സെയിം വേ നമ്മുടെ ശശി തരൂർ എങ്ങനെയാണ് ഇന്റർവ്യൂവിലെല്ലാം ഓരോരുത്തരെയും ജേർണലിസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? ഗോട്ട് ഇറ്റ്? ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ആ ചോദിച്ചത് എന്താണ്, എന്നിട്ട് അതിനുള്ള മറുപടി വിത്ത് ദി ഫാക്ട്സ്. അങ്ങനെയല്ലേ കൊളംബിയയിൽ പോയിട്ട് അവരെ തന്നെ കൊണ്ട് അവരെ റിവോക്ക് ചെയ്തു. They retracted that condolence message. Oh. That is what it is. അതാണ് ഇന്റലിജന്റ് എന്ന് പറയുന്നത്. And what is lawyering? Practicing as a lawyer. Simple. ഇത് ബ്രിട്ടീഷ് ഫിലോസഫർ എത്ര കൊല്ലത്തിന് മുമ്പാണ്? ഓൾമോസ്റ്റ് 200 years ബാക്ക് 1832 മരിച്ചു. പുള്ളി എന്ന് പറഞ്ഞാൽ ദി പവർ ഓഫ് ദി ലോയർ ഈസ് ഇൻ ദി അൺസർട്ടനിറ്റി ഓഫ് ലോ. കോടതിയിൽ വരുന്നു, എല്ലാത്തിലും സെർട്ടനിറ്റി ക്ലിയർ കട്ടാണെന്നുണ്ടെങ്കിൽ എത്ര ഈസി ആയിട്ട് ജയിക്കാം അല്ലേ? നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സ്മോക്കിംഗ് ഗൺ എവിഡൻസ് കാണത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഈ ലോയുടെ അൺസർട്ടനിറ്റി, വേഗ്നെസ് കാണും. അവിടെയാണ് ലോയറുടെ കഴിവ്. ത്രൂ ഹിസ് തിങ്കിങ് സ്കിൽസ്, ത്രൂ ഹിസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് കൺവിൻസ് ദി ജഡ്ജ്, പെർസ്വേഡ് ദി ജഡ്ജ്. ഇതിന് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ ഏട്ടെ ഞാൻ ഈ പറയുന്നത്. കോടതി വരുന്നു, അവസാനം എവൻച്വലി യു ആർ ദിസ് വൺ, ഓക്കെ താങ്ക് യു, റെഡ്മി നോട്ട്, പേരാണെന്ന് അറിഞ്ഞൂടാ, റെഡ്മി. അതെ, അവസാനം എന്താണ് വേണ്ടത്? ഓക്കെ വെങ്കടേശ്വരി താങ്ക് യു. നിങ്ങൾ അൺസർട്ടൺ ആണ്, ജഡ്ജിനും ഒരു ക്ലിയർ അല്ല, എന്താണ് വേഗാണ്, ജഡ്ജ് ഇസ് ഓൾസോ കൺഫ്യൂസ്ഡ്. അപ്പോൾ നിങ്ങളുടെ എബിലിറ്റി ടു കൺവിൻസ്, പെർസ്വേഡ്, അതാണ് കഴിവ്. ഇത് എത്ര പേർക്കുണ്ട്? നിങ്ങളതിന് തൊട്ട് പറഞ്ഞ് ഒരു 100 ലായേഴ്സിൽ എത്ര പെർസെൻറ്റേജ്? ഒരു നമ്പർ ഇട്ടേ, അറിയട്ടെ, ഒരു നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു, മരമണ്ടന്മാര്, മണ്ടന്മാര്, ബുദ്ധന്മാര്, പ്രബുദ്ധന്മാര്, റഫ്ലി എത്ര നമ്പറുണ്ട്? ഒരു നമ്പർ ഇട്ടേ. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ കൊളീഗ്സിനെ കുറിച്ച് അറിയാമല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നത്. എനിക്ക് ഞങ്ങളുടെ ഡോക്ടേഴ്സിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. 100 ഡോക്ടേഴ്സിനെ എടുത്താൽ കഷ്ടിച്ച് ഒരു 30% പേരേ ഉള്ളൂ ഇന്റലിജന്റ് ആയിട്ടുള്ള. ബാക്കി മിക്കവരും വെറും മണ്ടന്മാരാണ് കേട്ടോ. ഡോക്ടേഴ്സ് പരീക്ഷ എഴുതി പാസ്സാകുന്നത് വേറെ ഒന്നുമില്ല. മെമ്മറൈസ് ചെയ്താൽ എല്ലാവർക്കും പാസ്സാകാൻ പറ്റും ഏത് പരീക്ഷയും. പരീക്ഷ പാസ്സാകുന്ന വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഒരു പ്രാക്ടീസിന് വേണം. അപ്പം only 30%. നിങ്ങളിൽ എത്ര നമ്പർ കാണും? ഒരു പെർസെൻറ്റേജ് ഒന്നിട്ടെ നോക്കട്ടെ. ഈ പറഞ്ഞ എബിലിറ്റി ടു ഏതാ? ബുദ്ധിമാന്മാരാ അല്ല, തിങ്ക് ചെയ്യാനായിട്ടുള്ള കഴിവ്. ഓക്കെ, 10% ഉള്ളൂ. ഐ അപ്രീഷിയേറ്റ് ഫോർ യുവർ ദിസ് വൺ. ഐ അപ്രീഷിയേറ്റ്. നല്ലൊരു ശതമാനർക്ക് ഇല്ല. ഐ എം നോട്ട് എ ലോയർ. ഓക്കെ കോഷിജി, ഓക്കെ. ലോയേഴ്സ് കുറേ പേരുണ്ട്. നമ്മുടെ വെങ്കടേശ്വർ ഒക്കെ ഉണ്ട്. അദ്ദേഹം എത്ര ലോയേഴ്സിനെ കണ്ടിരിക്കുന്നു. എന്നിട്ട് എല്ലാം മൗനം പാലിക്കുന്നു. എന്നുവെച്ചാൽ പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇനി ബാക്കിയുള്ള ലോയർമാരെല്ലാം നമ്മളെ കയറി അടിക്കും. നിങ്ങൾ എല്ലാവരും പറയുന്നില്ല, ഒരു നമ്പർ പറഞ്ഞാൽ മതി. അപ്പൊ ആ നമ്പറിലാണ് അങ്ങനെ വിചാരിച്ചോളൂ. സാർ, ഇതിനകത്ത് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയട്ടെ. ഓക്കെ, ഈ മരമണ്ടെന്ന് വേറൊരു തേർഡ് പാർട്ടി വിചാരിക്കുവാണെങ്കിലും എ പേഴ്സൺ ഹു ഗോസ് ഫോർ ഡിഫൻസ് ആർ എ പേഴ്സൺ ഹു ഗോസ് ഫോർ ആർഗ്യൂയിങ്, he really tries to prove in all respects in a particular angle. That particular angle might not be rightly understood by third party. അത്രയേ കാണത്തില്ലായിരുന്നു. ഓക്കെ, ഓക്കെ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ലൈൻ പറയാം. കമലഹാസന്റെ കേസ് വിത്തിൻ 3 to 4 days ബാക്ക് കർണാടക ഹൈക്കോടതി ചെന്നപ്പോൾ കർണാടക ഹൈക്കോർട്ടിൽ that advocate has claimed that his cinema means thug life is getting, after spending this much of huge amount, 300 കോടി. 300 crore.
So therefore, I should be given protection to run my cinema. This was a question. The judge was saying, see, Rajagopalachari in 1957 has asked apology despite റിട്ടേൺ അപ്പോളജി കൊടുത്തു, അദ്ദേഹം കൊടുത്തു, റിട്ടേൺ yes, അപ്പോളജി right, കൊടുത്തു രാജഗോപാലാചാരി. right. This advocate was quite intellectual. He was trying to argue on a right mode of his plea. What he pleaded was to get police protection for the amount he spent and what is the objective of cinema. He has tried. But the judge was standing somewhere else, that if 1957, if Rajagopalachari can do it, why not Kamal Haasan? അപ്പം ഇതിന് ഈ അഡ്വക്കേറ്റ് മരമണ്ടനാണോ മണ്ടനാണോ എന്ന് അല്ല പ്രബുദ്ധനാണോ എന്ന് പറയുന്നതിന് നോ പ്രോബ്ലം ഇളങ്കോജി. Thank you, sir. Thank you. എന്റേതനുസരിച്ചാല് എവൻച്വലി യു മസ്റ്റ് ഹാവ് എ റിയാലിറ്റിയുമായിട്ട് ടച്ച് വേണം, പ്രാക്ടിക്കൽ ഇത് വേണം. ആൻഡ് എവൻച്വലി ഹൂ ഇസ് ഗോയിങ് ടു ഗിവ് ദി ഡിസിഷൻ ആരാണ്? ജഡ്ജാണ്. ആ ജഡ്ജ് പറയുന്നതാണ് അപ്പോളജി മാത്രമേ ചോദിക്കുന്നുള്ളൂ, അല്ലാതെ അതും രാജഗോപാലാചാരി കൊടുത്തു, സോ അപ്പോളജൈസ്, ദാറ്റ് ഈസ് ഇറ്റ്. എത്ര ഈസി ആയിട്ട് തീരുന്ന ഒരു കാര്യമാണ്. അതിനിട്ട് വളച്ചു കൊണ്ടുപോവാണ്. ഇനി അവസാനം എങ്ങനെ വരുന്നുള്ളത് ഐ എം ക്യൂരിയസ് ടു സീ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ്. ഓക്കെ, നൗ അപ്പോൾ ഇതാണ് ദേഷ്യം വരും. ഞാൻ മരമണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത്ര ഇതുവരെ അയച്ചാൽ മരമണ്ടനാണ്, എത്ര താണെച്ചാലും. യു ഹാവ് ടു ടേക്ക് ഇൻ കൺസിഡറേഷൻ ഓൾ ദീസ് ആസ്പെക്ട്സ്. ദി വെരി നെയിം എന്തിനാണ് രാജഗോപാലാചാര്യ എഴുതുന്നു? ഗ്രേറ്റ് മാൻ, മഹാഭാരതം, ഗീത, രാമായണ എല്ലാം എഴുതിയിട്ടുള്ളതാണ്. സാൻസ്ക്രിറ്റ് എല്ലാത്തിലും സ്കോളറാണ്. അങ്ങനെയുള്ള മനുഷ്യൻ അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ഫ്രം ദി ജഡ്ജ് പെർസ്പെക്റ്റീവ് വാട്ട് ഈസ് സേയിങ് ഈസ് റാഷണൽ, ആൻഡ് ജഡ്ജ് ഓൾസോ വാണ്ട്സ് ടു ഹെൽപ്പ് ഹിം സോ ദാറ്റ് ദി ഫിലിം ക്യാൻ ബി റിലീസ്ഡ്. ജഡ്ജ് ആക്ച്വലി ഒരു എംപതിയോട് കൂടിയാണ് പറയുന്നത്, നത്തിങ് എൽസ്. അപ്പൊ അവിടെ ഒരു ഈഗോയും ഒരു അറഗൻസും വന്നിട്ട് ഇത് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ ഡിഫറൻസ്. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ഓൺ. ഇതിലോട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ടെങ്കിൽ ഒരുപാട് ഐ വിൽ ബി ഗ്ലാഡ് ടു. ദി പവർ ഓഫ് ദി ലോയർ ഇസ് ഇൻ ദി അൺസർട്ടനിറ്റി ഓഫ് ദി ലോ. മസ്റ്റ് ഹാവ് 3 skills ഫോർ ഇന്റലിജന്റ് ലോയറിംഗ്. ഇത് ഒരു ബുക്കിലുള്ളതൊന്നല്ല, ഇത് ഞാൻ തന്നെയാണ് ഫ്രം മൈ ലോങ് ടൈം എക്സ്പീരിയൻസ് ഓഫ് 45 വർഷം ഈ ലോയേഴ്സുമായിട്ട് എല്ലാം ഇതും ഒരുപാട് 10 കേസുകൾ അത്രയും ഇത് ചെയ്തതും അതിലുള്ളതിലാണ്. ഫസ്റ്റ് വൺ ഈസ് ഹോൾ ബ്രെയിൻ തിങ്കിങ് സ്കിൽസ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് നോ എന്നിടാം പ്ലീസ്. ഇഫ് യു ഡോണ്ട് നോ വാട്ട് ദിസ് ഹോൾ ബ്രെയിൻ തിങ്കിങ് സ്കിൽസ്, എന്നാലേ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് യു നോ. ഓക്കെ, നോ, I don't know what you know and I don't know what you don't know. Okay, Koshiji, okay. ഇത് ഈ ഹോൾ ബ്രെയിൻ തിങ്കിങ് സ്കിൽസ്, താങ്ക് യു അപ്പോജി. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. 1985 ഞാൻ ഫസ്റ്റ് ടൈം ഐ കേം അക്രോസ് എ ബുക്ക്. ഐ എം ഗോയിങ് ടു ഷോ ദാറ്റ് ടൈറ്റിൽ ഓൾസോ. ബുക്കും കാണിക്കുന്നുണ്ട്, ഹോൾ ബ്രെയിൻ തിങ്കിങ് സ്കിൽസ്. ഞാനത് കംപ്ലീറ്റ് വളരെ ഇതായിട്ട്, ഇറ്റ്സ് നോട്ട് എ ഫിക്ഷൻ, കഥാപുസ്തകം പോലെ വായിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഐ സ്പെൻഡ് ടൈം ആൻഡ് ഓരോന്നും വായിച്ച് ഇരുന്ന് ചിന്തിച്ച് എല്ലാം ആയിപ്പോണ്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ എന്ന്. ബ്രെയിന് തന്നെ 2 ഹാഫാണ്. ഈ രണ്ടും തിങ്ക് ചെയ്യുന്നതും ഫങ്ഷൻ ചെയ്യുന്നതും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ഒരു ശീലമാണ്. സം പീപ്പിൾ ആർ എപ്പോഴും ലെഫ്റ്റ് ബ്രെയിൻ തിങ്കർ ആയിരിക്കും, വേറെ ചിലർ റൈറ്റ് ബ്രെയിൻ തിങ്കർ ആയിരിക്കും. രണ്ടും വേണം. അപ്പം ആ ഹോൾ ബ്രെയിൻ ഇതിന്ന് ഇപ്പൊ ലെഫ്റ്റ് ബ്രെയിൻ തിങ്ക് ആവാൻ പറഞ്ഞാൽ എല്ലാം ലോജിക്ക് മാത്രം. അതാണ് ലെഫ്റ്റ് ബ്രെയിൻ. റൈറ്റ് ബ്രെയിൻ അങ്ങനെയല്ല, ക്രിയേറ്റീവ് തിങ്കിങ്, ഇമാജിനേഷൻ, അതും കൂടെ ഇത് വേണം. അപ്പൊ ആ ബുക്ക് വായിച്ചതിന് ശേഷം ഇറ്റ് ചേഞ്ച്ഡ് മൈ ഹോൾ ലൈഫ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഇറ്റ് ചേഞ്ച് മൈ ഹോൾ ലൈഫ്. ഏതൊരു പ്രോബ്ലം വരുന്നു, ഒരു ചലഞ്ച് വരുമ്പോൾ ഞാൻ ആദ്യം ലെഫ്റ്റ് ബ്രെയിനിൽ കൂടെ നോക്കും. എന്നിട്ട് ഓരോ ദീസ് ആർ ദി തിങ്സ്. ഓക്കെ, വാട്ട് ഇസ് സൊല്യൂഷൻ? റൈറ്റ് ബ്രെയിൻ. ഇനി നിങ്ങൾക്കെല്ലാം അറിയിക്കാനായിട്ട് കോഷിജി, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോസും രണ്ടുപേരും ക്രിസ്ത്യാനിയാണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ബൈബിളിലെ കുറെ അറിയാം. അതാണ് ഞാൻ മിത്തോളജിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആനക്ഡോട്ട്സ് പറയുന്നതല്ലേ.
ഒരു മേരി മഗ്ദലീന അല്ലേ, മഗ്ദലീന അല്ലേ നേരെ യേശു ക്രിസ്തുവിനടുത്ത് അവർ ഒരുപാട് പേര് അവരെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞ് കല്ലെറിയാനായിട്ട് കല്ലും കൊണ്ട് ഓടി വന്ന കഥയില്ലേ? അങ്ങനെ ഒരു കഥയില്ലേ അല്ലേ? ആൻഡ് ഉണ്ട്. ഷീ ജസ്റ്റ് സോട്ട് യേശു ക്രിസ്തുവിനെ അവിടെ നീതിയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴവിടെയാണ് യേശു ക്രിസ്തുവിന്റെ ആ തിങ്കിങ് സ്കില്ലാണ്. യേശു ക്രിസ്തു അപ്പോൾ അയ്യോ പാവമാണ് സ്ത്രീ, കല്ലെറിയരുത്, പാവം വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ ആദ്യത്തെ കല്ല് നേരെ യേശു ക്രിസ്തുവിന്റെ നെറ്റിക്ക് തന്നെ ആയിരിക്കും എറിയുന്നത്. ആദ്യത്തെ കല്ല് വീഴുന്നത് അല്ലേ? ഇറ്റ്സ് എ വയലന്റ് ആംഗ്രി മോബ്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കല്ലെറിയണം. അപ്പോഴും എല്ലാം ഹാപ്പിയായി. അപ്പോൾ യേശു ക്രിസ്തുവും കല്ലെറിയാൻ തന്നെ പറയാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആരുണ്ടോ അവനായിരിക്കണം ആദ്യത്തെ കല്ലെറിയേണ്ടത് അല്ലേ? ആം ഐ റൈറ്റ് ഈ സ്റ്റോറി കോഷിജി? അപ്പൊ ആദ്യത്തെ അപ്പോഴാണ് ആലോചിക്കുമ്പോൾ പാവം ചെയ്തിട്ടുണ്ട് അന്ന്. അപ്പൊ മനസാക്ഷി സമ്മതിക്കുന്നില്ല. സ്വന്തം ഇത് തന്നെ വരുമ്പോൾ എല്ലാം കല്ലും താഴോട്ട് തിരിച്ചുപോയി. ദാറ്റ് ഈസ് വെയർ ദി ജീസസ് ക്രൈസ്റ്റ് applied the whole brain thinking skill. He saw the situation logic and he came with a creative way of dealing with that one. ഈ ഒരു എക്സാമ്പിൾ കൺവിൻസിംഗ് ആണോ? കൺവിൻസിംഗ് ആണെങ്കിൽ സി ഇട്ടെ ചാറ്റ് ബോക്സിൽ. കൺവിൻസിംഗ് ആണെങ്കിൽ ഒരു സി ഇടണം. ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതെ. സോ ലൈഫില് അത് ഈ ഹോൾ ബ്രെയിൻ ഞാൻ അത് വായിച്ചതിന് ശേഷം യെസ് ഐ സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ദാറ്റ് വൺ റിയൽ ലൈഫിൽ പല സിറ്റുവേഷനിലും. അതാണ് ലോയേഴ്സ് നിങ്ങൾ മിക്കവരും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബുക്ക് വായിക്കണം. അത് വായിച്ചു തരാനായിട്ട് ഒരു കുറഞ്ഞത് ഒരു മാസം എടുക്കും. വെച്ചാൽ കഥ പുസ്തകം പോലെ വായിക്കരുത്. ഒരു ദിവസം ഒരു 5 പേജ് വായിച്ചിട്ടിരുന്ന് കുറേ ഇരുന്ന് ആലോചിക്കണം, അതിനെ ഡൈജസ്റ്റ് ചെയ്യണം. ചുമ്മാ വിഴുങ്ങാൻ പറ്റത്തില്ല. ബീങ് എ മെഡിക്കൽ ഡോക്ടർ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് ചവച്ച് അരച്ച് എല്ലാം പോകുമ്പോഴാണ് നന്നായിട്ട് ഡൈജസ്റ്റഡ് ആയിട്ട് ഉള്ളി കയറത്തുള്ളൂ. ചുമ്മാ വിഴുങ്ങി കഴിഞ്ഞാൽ കയറത്തില്ല. ഇദ്ദേഹത്തിന് അറിയാം NLP. അത് ചുമ്മാ ഒരു ബുക്ക് എടുത്ത് വായിച്ചാൽ വല്ലതൊക്കെ പിടി കിട്ടുമോ? ഇല്ല. യു ഹാവ് ടു സിറ്റ് ആൻഡ് ഞാൻ ഈ NLP കേരളത്തിൽ എൻ്റെ അറിവിൽ ഞാനാണ് ആദ്യമായിട്ട് NLP എല്ലാം പഠിച്ച് ടോക്കും കൊടുത്തിട്ടുള്ളത് 1985 ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് അന്ന് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലെ ബുക്ക് എടുത്താണ് NLP. സോ അതാണ് NLP എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ അതിനോട്ട് പിന്നെ പോയില്ല. ഞാൻ വേറെ പല കാര്യത്തിൽ ചെയ്യാം. സോ ഐ നോ വാട്ട് NLP is. പക്ഷെ അത് ചുമ്മാ പറ്റത്തില്ല. സോ ഫസ്റ്റ് വേണ്ടത് ഹോൾ ബ്രെയിൻ തിങ്കിങ് സ്കിൽസ്, ദെൻ വെർബൽ സ്കിൽസ്, ദെൻ നോൺ വെർബൽ സ്കിൽസ്. വെർബൽ സ്കിൽസ് ആണ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ദി റൈറ്റ് വേർഡ്സ്. ശശി തരൂരിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതാണ്, അറിയാമല്ലോ. ചുമ്മാ ട്വിറ്ററിൽ ചിലപ്പോൾ എടുത്ത് വലിയ കടിച്ചാൽ പൊട്ടാത്തൊക്കെ. പക്ഷേ ഈ പോയ ഇത്രയും രാജ്യത്ത് ശശി തരൂർ എത്ര സുന്ദരമായിട്ട് റൈറ്റ് വേർഡ്സിന് ഉപയോഗിച്ച് എല്ലാം ഇത് ചെയ്തില്ലേ? ഡു എഗ്രി? അതാണ് വെർബൽ സ്കിൽസ്. വെർബൽ സ്കിൽസ് അവിടെയാണ് വരുന്നത്. അടുത്ത് വരുന്നത് നോൺ വെർബൽ. എന്താണ്? ബോഡി ലാംഗ്വേജ്. ഇപ്പം തന്നെ ഞാനിവിടെ വടി പോലെ ഇരുന്നുകൊണ്ട് ദി ഇന്റലിജന്റ് ലായറിങ്, ദി 3 skills are must for the lawyering, the whole brain thinking skills, the verbal skills, the non-verbal skills. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നാൽ ആദ്യം ജോസ് അഗസ്റ്റിൻജി ആദ്യം ഇതിനെ ക്യാമറ ഓഫ് ചെയ്യും, എന്നിട്ട് ആശാൻ അങ്ങ് മുങ്ങും. കോഷിജിയും ക്യാമറ ഓഫ് ചെയ്തിട്ട് അന്തർവാഹിനി കയറി സ്ഥലം വിടും. ബാബു ഗോപാൽജി എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയില്ല. പുള്ളിക്ക് ഇപ്പോഴാണ് ചിരിക്കുന്നു. മറ്റേ ആണെങ്കിൽ ഒരേ മോണോട്ടണസ് എക്സ്പ്രഷനാണ്, ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്താണ് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ ചിരിക്കുന്നു, പല്ലും കാണിക്കുന്നുണ്ട്, കൊള്ളാം കേട്ടോ. അതെ. അപ്പോഴങ്ങനെ അപ്പൊ ഞാൻ ബോഡി ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്യുന്നില്ലേ? ബോഡി ലാംഗ്വേജ് എത്ര യെസ് ഗുഡ്. ഞാൻ ഇതൊക്കെ ചെറിയ തമാശയാണ്, സീരിയസ് ആയിട്ട് എടുക്കരുത്. ഇടയ്ക്ക് മറക്കി ഇങ്ങനെ പറയുമ്പോഴേ ചിരിക്കാനുള്ള വക കിട്ടത്തുള്ളൂ. ഒരു സോ I use body language. Shashi Tharoor, he uses body language. He is very good at using body language. Whatever Narendra Modi, ഇത് കേൾക്കുമ്പോൾ കുറെ പേർക്ക് ആന്റി മോഡി ഉള്ളവർക്ക് കൂടെ ചൂടാവും. അപ്പൊ ഇയാളെ സംഖ്യയാണ് കേട്ടാ, ഇയാളൊരു സംഖ്യയാണ്. ഇവിടെ സംഖ്യ പിങ്കി മങ്കി ഒന്നുമല്ല. ഐ എം ഷെയറിംഗ് സം ഫാക്ട്സ്. He uses his body language. ഇപ്പോഴും രാഹുൽ ഗാന്ധി അടുത്ത കാലത്തായിട്ട് ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ നോക്കണം, ഒരു 7 കൊല്ലത്തിന് മുമ്പ് രാഹുൽ ഗാന്ധി അല്ല ഇപ്പോഴും. He is also as a orator ആയിട്ട് ചെയ്യുന്നുണ്ട്.
അപ്പം നിങ്ങൾ കോടതി പോകുന്നു. ഞാൻ എൻ്റെ കൊട്ടേഷൻ കാണിക്കുന്നുണ്ട്. ബിഫോർ ദി ജഡ്ജ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, വാട്ട് യു സേ ഇസ് ദി വെർബൽ സ്കിൽ, ഹൗ യു സേ ഇറ്റ്, അത് രണ്ടും കൂടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ജഡ്ജിനെ കൺവിൻസ് ചെയ്യാനും പെർസ്യൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഒരു CC ഇട്ടെ ആ ചാറ്റ് ബോക്സിൽ. ഈസ് ഇറ്റ് ക്രിസ്റ്റൽ ക്ലിയർ? പക്ഷേ ഇവിടെ എവിടെയാണ് ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ ജോസി? ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നല്ലൊരു ശതമാനം അധ്യാപകർക്ക് തന്നെ ബോഡി ലാംഗ്വേജ് വളരെ മോശമാണ്. ശ്രീതാജി നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയൂടാ. പോളിടെക്നിക്കിൽ ഞാൻ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റി ആയിരുന്നു. മെഡിക്കൽ കോളേജിൽ ഞാൻ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു. ആദ്യം എനിക്കും ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ സാറന്മാർ പഠിപ്പിക്കുന്ന പോലെ വടി പോലെ നിന്നുകൊണ്ട് ബോറിംഗ് ആയിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ കോളേജില് കുട്ടികൾക്ക് ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പം പ്രസംഗ പരിശീലനം അങ്ങനെ കുറെ ട്രെയിനിങ് കൊടുക്കുമ്പം ബോഡി ലാംഗ്വേജ് എങ്ങനെ വേണം, പ്രസംഗിക്കുമ്പോ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് കൊടുക്കാറുണ്ട്. അത് ട്രെയിനർ കൊടുക്കുക. വെരി ഗുഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഇതിൽ നല്ലൊരു ശതമാനം ടീച്ചേഴ്സും ക്ലാസ് വളരെ ബോറായത് കൊണ്ടാണ് ഇന്ന് പിള്ളേർ ക്ലാസ്സിൽ അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തത്. അവർ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിന്റെ ക്ലാസ് എല്ലാം വെരി ബോറിംഗ്. കോശിജി ശരിയല്ലേ? ക്ലാസ് വളരെ ബോറിംഗ് ആണ്, നല്ലൊരു ശതമാനം. അപ്പൊ അത് കാരണം അവർ ദേ ഫീൽ ഈസിലി ബോർഡ്. അവർ അറ്റൻഷൻ കൊടുക്കത്തില്ല. സോ ജഡ്ജിന്റെ അറ്റൻഷൻ നിങ്ങൾക്ക് പിടിച്ചെടുക്കണം. നിങ്ങൾക്ക് ജഡ്ജിന്റെ അറ്റൻഷൻ, ജഡ്ജി ഭയങ്കര വീട്ടിലെ പ്രശ്നം കാണും. വീട്ടിലെ പട്ടി ചിലപ്പം വയറ്റിളക്കമായിട്ട് ആ പട്ടിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത് ജഡ്ജി. അല്ലെങ്കിൽ വീട്ടിലെ മോന്റെ ഏതെങ്കിലും പ്രശ്നമായിരിക്കും. അവിടെ ജഡ്ജിന്റെ അറ്റൻഷൻ പിടിച്ചെടുക്കണം. സോ വാട്ട് യു സേ ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഹൗ യു സേ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോഴാണ് നിങ്ങളുടെ ഇന്റലിജന്റ് ലോയറിംഗ് വരുന്നത്. ഈ പോയിന്റ് ക്ലിയർ ആയല്ലോ? ഡു യു എഗ്രി? ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. യെസ്. അപ്പൊ ഞാൻ വൺസ് ഐ ലേൺ ദിസ് വൺ, ഞാൻ ബോഡി ലാംഗ്വേജ് കാണിക്കാൻ തുടങ്ങി. എൻ്റെ വെബിനാറിലെല്ലാം കേട്ടേച്ച് ഒന്നിൻ്റെ ഒരു പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കോളേജ് പ്രൊഫസർ, അദ്ദേഹം ഫിസിക്സ് ആണ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം പേര് ജോബി ജോസ് എന്നാണ്. അദ്ദേഹം പറഞ്ഞാൽ ഡോക്ടറുടെ ടോക്ക് കേട്ടിട്ട് കഴിഞ്ഞാൽ ഒരു കഥാപ്രസംഗം കേൾക്കുന്നതിന്റെ ഇതുകൊണ്ട് ഒരു കഥാപ്രസംഗത്തിന്റെ സ്റ്റൈലിലാണ് ഡോക്ടർ കയറിയല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഏതായാലും ശ്രദ്ധിച്ച് കേട്ടല്ലോ. യെസ്, അതാണ് എൻ്റെ പർപ്പസ്. സോ നോൺ വെർബൽ സ്കിൽസ്, ഇതാണ് ബുക്ക്. ഇതിന്റെ ഞാൻ ഈ പവർ പോയിന്റ് സ്ലൈഡ്സിന്റെ ഒരു PDF ഫയൽ ഞാൻ ഇളങ്കോജിക്കും വിൻസെന്റ് ജിക്ക് അയച്ചു കൊടുക്കും. ഹി ക്യാൻ ഷെയർ ദാറ്റ് വൺ സോ യു ക്യാൻ ടേക്ക് എ നോട്ട് ഓഫ് ദിസ് ബുക്ക്, ഹോൾ ബ്രെയിൻ തിങ്കിങ്. Whoever tells the best story wins. അതായത് കോടതിയിൽ ആരാണ്, ഇനി ഞാൻ വരുന്നുണ്ട് ഇതിന്റെ അടുത്തതിലോട്ട്. I have been in a lot of courtrooms. The best lawyers are really theatrical. ആക്ടറാണ്, അഭിനയിക്കാനായിട്ട് ആക്ടിങ് ഇതും കൂടെ ഉള്ളവരാണ് ബെസ്റ്റ് ലോയേഴ്സ്. നിങ്ങൾ എന്തോന്നാണ് ജസ്റ്റിസ് ഫോർ ഓൾ, ആ സിനിമ കണ്ടിട്ടുണ്ടോ വിൻസെന്റ് ജി ഓർ എനിബഡി? ജസ്റ്റിസ് ഫോർ ഓൾ ഇല്ല ഡോക്ടർ, കാണണം. ഞാൻ ഒരു 3-4 തവണ കണ്ടിട്ടുള്ളതാണ്. അൽ പച്ചീനോ അങ്ങനെ ലോയറായിട്ട് ഒന്ന് ചെയ്യുന്നത്. അവസാനത്തെ കോടതിയിലെ ആർഗ്യുമെന്റൊക്കെ ആ ഡയലോഗ് ഡെലിവറി, ആ ജൂറിയെ എങ്ങനെയാണ് ആ ജൂറി ഇതാക്കുന്നുള്ളത്, അപാരം. ഹിസ് ആക്ടിങ് സ്കിൽ. ചില സ്ക്രീൻ പ്ലേ എഴുതി കൊടുത്താലും അഭിനയിക്കുന്ന കഴിവാണ്. അത് കാണേണ്ട സിനിമയാണ്. അപ്പൊ തിയേറ്ററിക്കൽ. ഒരു ടീച്ചർ ഓൾസോ ഷുഡ് ബി എ തിയേറ്ററിക്കൽ. ടീച്ചർക്കും 1/4 ടീച്ചിങ് 3/4 ആക്ടിങ് എന്നാണ് ഒരു കൊട്ടേഷൻ ഉള്ളത്. ഗുഡ് ടീച്ചർ 1/4 സബ്ജക്ട് നോളജും 3/4 ആക്ടിങ് ആണ്, ആക്ടറാണ്. അത് ചെയ്യണം. അപ്പൊ അതാണ് അതിന്റെ പറഞ്ഞു വന്നത്. Then it has been said that man is a rational animal. All my life I have been searching for evidence which could support this. Bertrand Russell. പിടി കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിടി കിട്ടിയില്ലെങ്കിൽ നോ എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് എക്സാമ്പിൾസ്.
ഡോണ്ട് ഫീൽ അഷെയിംഡ്. അങ്ങേര് പറഞ്ഞത് മാൻ റാഷണൽ അല്ല എന്നാണ് പുള്ളി പറഞ്ഞു വന്നത്. ഡു യു എഗ്രി? ഇഫ് യു എഗ്രി പുട്ട് എ. പിടിയിട്ടില്ല, ഓക്കെ ഫൈൻ. സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ കോവിഡ് കാലത്താണ് എത്ര ഇറാഷണലാണ്, എത്ര മരമണ്ടന്മാരാണ് ഉള്ളതെന്നുള്ളത് അന്നാണ് ഞാൻ അറിയുന്നത്. എന്താണ് കേരളത്തിൽ രാത്രി 6 മണിക്ക് ശേഷം 60 വയസ്സുള്ളവരാരും തന്നെ പുറത്തു വരരുത്, വന്നാൽ പോലീസ് എല്ലാം പിടിച്ച് കേസെല്ലാണ്. 6 മണിക്ക് ആകുമ്പോൾ പിന്നെ കോവിഡ് ഒന്ന് പിടിക്കുന്നു. എന്തോന്ന് റാഷണാലിറ്റി അപ്പ, എന്തോന്ന് റാഷണാലിറ്റി. പ്രബുദ്ധ കേരളം കോവിഡ് നോക്കിക്കൊണ്ടിരിക്കണം. 6 മണിയായി പിടിക്കാം, മറ്റേ ഞായറാഴ്ച ഇറങ്ങി പിടിക്കാം. Does it make any sense? Absolute stupidity. ലൈഫിനെ മിസറബിൾ ആക്കി. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇതെങ്കിലും പിടിയിട്ടു. ഡു എഗ്രി? അല്ലേ? I agree with you. Yes. 100% നോക്കിക്കൊള്ളണം. ഇക്കോണമി തകർത്തു, ആൾക്കാരുടെ ജീവിതം നരമാക്കി. തീർന്നില്ല. ഫ്യൂണറൽ പോവാണെച്ചാൽ 10 പേരിൽ കൂടുതൽ പോയിക്കൂടാ. കല്യാണത്തിനകത്ത് വെഡിങ് ആണെച്ചാൽ 20 പേരിൽ കൂടുതൽ പാടില്ല. ഓക്കെ, അല്ല തിരിച്ചയക്കണം. ഇപ്പോഴത്തെ നമ്പർ വെച്ചാൽ കല്യാണത്തിൽ ഇന്ന് പോയില്ലെങ്കിലും അവരുണ്ട്, ആ കപ്പിളിനെ എപ്പോഴെങ്കിലും കാണാമല്ലോ, ചെന്ന് ഇത് ചെയ്യാമല്ലോ, ബ്ലസ് ചെയ്യാമല്ലോ. ഫ്യൂണറൽ വെച്ചാൽ പിന്നെ കാണാൻ പറ്റത്തില്ല. അവസാനം ഒരു നോക്ക് കാണാനായിട്ട് അവിടെ 10. എന്നുവെച്ചാൽ കോവിഡ് കൊറോണ പറഞ്ഞിട്ടുണ്ട്, എത്ര 10 കൂടുതൽ പാടില്ല. പക്ഷേ അതൊരു മന്ത്രി മരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം, മുൻ മന്ത്രി, അവർ മരിച്ചപ്പോൾ എന്താണ് 500 പേര് അന്നത്തേക്ക് ഒഴിവാക്കാണ്. ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അന്നത്തേക്ക് ഫ്യൂണറലിൽ 500 പേര്. ഞാൻ പടമെല്ലാം കണ്ടാണ്. ഞാൻ നാട്ടിലെ എല്ലാ ന്യൂസും വളരെ കൃത്യമായിട്ട് എനിക്ക് അറിയുന്ന അത്രയും മിക്കവർക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ദിവസം ഐ സ്പെൻഡ് റീഡിങ് എ ലോട്ട് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ലോട്ട് ഓഫ് ഡിഫറെന്റ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ അന്ന് കോവിഡ്, അപ്പോൾ 500 പേര് ഇരിപ്പുണ്ട്. മന്ത്രി വന്ന് വേണ്ട, നമുക്ക് ആരെയും പിടിക്കണ്ട. മക്കളെ, ഇറാഷണാലിറ്റി. ആർ യു കൺവിൻസ്? ക്ലിയർ ആയോ? ഈ 2 എക്സാമ്പിളും പോരെ? ഇതുപോലെ 100 കണക്കിന് എക്സാമ്പിൾ ഉണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. 100 കണക്കിന്. നമുക്ക് സമയമില്ല, അതുകൊണ്ട് അധികം പറയാൻ പറ്റുന്നില്ല. ടു വിൻ എ കേസ് യു മസ്റ്റ് ഹാവ് 4 things. അതാണ് എന്റെ ഇതാണ്, ആക്രോണിമാണ് ഫ്യൂസ്. വല്ല പിടിയും കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ഒന്ന് നോയിട്ടെ. നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് എന്താണ്. അല്ലാതെ ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കത്തില്ല. ഓർമ്മയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ഒന്ന് ഇതാക്കാനായിട്ട്. നോ, ഓക്കെ, ഗാലക്സി നോ. സുമേഷ് കളറിക്കൽ നോ. ഡോണ്ട് ഫീൽ ബാഡ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ആരെയും കളിയാക്കാനോ ഒന്നുമല്ല. ഐ കം ഹിയർ ടു ആദ്യം ഒന്ന് എന്റർടൈൻ, ദെൻ എഡ്യൂക്കേറ്റ്, എൻലൈറ്റൻ. ഇതിൻ്റെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇത് ഞാൻ ആ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനിത് മറ്റേ ആദ്യത്തെ ഇതിനെ ഐ നോ ദാറ്റ് ഇസ് ഇഫ് യു വാണ്ട് ടു വിൻ എ കേസ് യു നീഡ് 4 things ഫ്യൂസ്. അപ്പോഴയാൾ ചോദിച്ചു, സായിപ്പ് വാട്ട് ഡു യു മീൻ ബൈ ഫ്യൂസ്? അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ദിസ് ആൻ ആക്രോനിം ക്രിയേറ്റഡ് ബൈ മീ. എന്താണ് ആക്രോനിം? ഫാക്ട്സ്, എവിഡൻസ്. ഫാക്ട്സ് ഇൻഡിസ്പ്യൂട്ടബിൾ ഫാക്ട്സ് ആയിരിക്കണം. എവിഡൻസ് എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. ആ ഫാക്ട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിനെക്കാളും ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് സ്മോക്കിംഗ് ഗൺ എവിഡൻസ് ഉണ്ടെങ്കിൽ യെസ്. സർക്കംസ്റ്റാൻഷ്യൽ ഇതില്ല. വിറ്റ്നസസ്, ക്രെഡിബിൾ വിറ്റ്നസസ് ടു കൊറോബറേറ്റ് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളത്, ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദി ഫോം ഓഫ് എ സ്റ്റോറി. എങ്ങനെ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് കൈയടിക്കണം. വല്ലപ്പോഴെങ്കിലും ഒന്ന് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒരു കൈയടിയെങ്കിലും കാണട്ടെ. ശ്രീതാജി ചാപ്പാടെല്ലാം കഴിച്ചു കഴിഞ്ഞില്ലേ? എല്ലാം ചോദിച്ച് വാങ്ങിക്കേണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. ഒരു കൈയടിയൊക്കെ ഞാൻ ചോദിച്ച് വാങ്ങിക്കണം. നിങ്ങൾ തന്നെ കൈയടിക്കണ്ടേ? ഇളങ്കോജി ഇങ്ങനെ ആ കൂടി കഷായം കുടിച്ച പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, എക്സ്പ്രഷൻ ഒന്ന് ഇത് ചെയ്യണം. ഓക്കെ, ഗുഡ്. സോ ഐ ക്രിയേറ്റഡ് ദാറ്റ് അക്രോണിം. ഫാക്ട്സ് വേണം. ജഡ്ജ്, ഇഫ് ദി ജഡ്ജ് ഇസ് നോട്ട് യശ്വന്ത് വർമ്മ അല്ലെന്നുണ്ടെങ്കിൽ, കൈക്കൂലി വാങ്ങിക്കുന്ന ജഡ്ജ് അല്ല, കൈക്കൂലി വാങ്ങിക്കുന്ന ജഡ്ജിന് ഒരു ഫാക്റ്റും വേണ്ട, ഒരു എവിഡൻസും വേണ്ട, അങ്ങേർക്ക് തൊട്ട് കൊടുത്താൽ മതി, അങ്ങേര് എല്ലാം ശരിയായിക്കൊള്ളും. അല്ല, ഇഫ് ദ ജഡ്ജ് ഇസ് ആൻ, ഓക്കെ, താങ്ക് യു സുമേഷ് ജി, ഇഫ് ദി ജഡ്ജ് ഇസ് ആൻ ഇംപാർഷ്യൽ ജഡ്ജ് with a lot of integrity, the judge wants to see the facts, judge wants to know the evidence to support, and witnesses ഉണ്ടെങ്കിൽ കൊള്ളാം എന്നൊരു സ്റ്റോറി ആയിട്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇവിടെ തന്നെ
ഞാൻ പറയുന്നു ഇദ്ദേഹത്തിന് കോശി, അദ്ദേഹത്തിന് അദ്ദേഹം എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. അങ്ങനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല. ഞാൻ കോടതി ഒരു കേസ് കൊടുക്കുകയാണ്. ഓക്കെ, കള്ളക്കേസിൽ എത്ര ഉണ്ടല്ലേ? കള്ളക്കേസുകൾ ഒരുപാട് വരുന്നില്ലേ? അതെ, 10 ലക്ഷം ഞാൻ തന്നിട്ട് എനിക്ക് തരുന്നില്ല. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നതാണ് എൻ്റെ അടുത്ത്, ഞാൻ പറയുന്നത് ഫാക്ട് തോന്നുന്നു, വാട്ട്സ് ദി എവിഡൻസ്? അപ്പോൾ പുള്ളി ഡിനൈ ചെയ്യുന്നു. അപ്പോഴെന്ത് പറയണം? പുള്ളി പറയുന്നു, അല്ല ഞാൻ കള്ളക്കേസില്ല, ശരിക്കും ചെയ്താണെന്ന് വെച്ചോളൂ, ശരിക്കും കൊടുത്താണ്. അത് ഞാൻ പറഞ്ഞു, ഇല്ലല്ലേ, ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല, പുള്ളിയൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇതാ ചെക്ക് ഞാൻ എഴുതിയത്, ക്യാൻസൽ ചെയ്തത് ചെക്ക് പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുണ്ട്. എനിക്ക് തിരിച്ചു വേണമല്ലോ, ക്യാൻസൽ ചെക്ക് വരുമല്ലോ നമ്മുടെ ബാങ്കിൽ നിന്ന്, പുള്ളിയുടെ പേരിൽ കൊടുത്തത്. ദാറ്റ് ഈസ് ദി എവിഡൻസ് ടു കൊറോബറേറ്റ്. ഇനി പുള്ളിക്കാരൻ എൻ്റെ വീട്ടിൽ വന്നു അത് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പുള്ളി കാണുമ്പോഴാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അപ്പോൾ വിറ്റ്നസ്സുമായി കൊറോബറേറ്റ് ചെയ്യാൻ. എന്നിട്ട് അതിനെ ആ സ്റ്റോറി ആയിട്ട് ഇന്ന ദിവസം വന്നു, രാവിലെ ആ സമയത്ത് വന്നപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു. പുള്ളി പറഞ്ഞു, എനിക്ക് അർജന്റായിട്ട് ഐ നീഡ് എ ഹെൽപ്പ് ആൻഡ് ഞാൻ 1 മാസത്തിനകം തിരിച്ചു തന്നേക്കാം. എന്നിട്ട് ഞാൻ കൊടുത്തു, എന്നിട്ട് വിളിച്ചു. സോ ദാറ്റ് ഈസ് എ സ്റ്റോറി. ഈസ് ഇറ്റ് ക്ലിയർ? ഫാക്ട്, എവിഡൻസ്, വിറ്റ്നസ് ആൻഡ് സ്റ്റോറി. ഇതാണ് ഞാൻ ആദ്യത്തെ വക്കീലിനെ സായിപ്പിനെ ഞാൻ പിടിച്ചെടുത്തത്. ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഫ്യൂസ്. അപ്പോൾ പറഞ്ഞു, വാട്ട് ഡു യു മീൻ ഫ്യൂസ്? ഞാൻ പറഞ്ഞു, ഐ ഹാവ് സോളിഡ് ഫാക്ട്സ്, ഇൻഡിസ്പ്യൂട്ടബിൾ ഫാക്ട്സ്, ആൻഡ് ഐ ഹാവ് എവിഡൻസ് ഓൾസോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വേഗല്ല, black and white evidence, and I have my co-workers, witnesses who will corroborate. Their testimony would corroborate. And yeah, it will be a story how I felt, how I was harassed, how I was humiliated. അപ്പോഴാണ് പറഞ്ഞ്, എടുക്കാം, റെഡി എടുക്കാനായിട്ട്. ക്ലിയർ? സോ ഇന്റലിജന്റ് ലോയറിംഗ് ഞാൻ വളരെ ബ്രീഫായിട്ട് ഇത്രയും പറഞ്ഞു. So I think that you have got a better clear picture. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ടോക്ക് കൊടുക്കാറുണ്ട് എൻ്റെ വെബിനാർ, എൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന്. ഈ അടുത്ത വ്യാഴാഴ്ചത്തെ ടോക്കാണ് സ്മോൾ ടോക്ക് ലീഡ് ടു ഹാപ്പി ലൈഫ്. അത് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് വിൻസെന്റ് ജി ഇളങ്കോജി നിങ്ങളുടെ ഇവിടെ തന്നെ നികാരിക വന്നാണല്ലോ, ഫാൾസ് മെമ്മറിയെ കുറിച്ച് ഒരു ടോക്ക് കൊടുത്തല്ലോ. അതിനെ വെച്ചാണ് ഫാൾസ് മെമ്മറി സിൻഡ്രോം. ദാറ്റ് ബി വീക്ക് ആഫ്റ്റർ നെക്സ്റ്റ്. നേരത്തെ പറഞ്ഞു 1 മണിക്കൂർ, നമ്മൾ 10 മിനിറ്റും കൂടെ ഉണ്ട്, ഇനി സമയമുണ്ട്. തുടങ്ങിയത് ലേറ്റായിട്ടാണ്. ഇനിയുള്ള അടുത്ത 10 മിനിറ്റിൽ യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഓർ യു ക്യാൻ ഷെയർ യുവർ ഓൺ തോട്ട്സ്. ആൻഡ് അതിന് മുമ്പേ, ഡിഡ് യു ഫൈൻഡ് ഇന്നത്തെ ടോക്ക് ഒരു യൂസ്ഫുൾ ആൻഡ് ഇൻസൈറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ UI എന്ന് പറഞ്ഞ് ചാറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. യൂസ്ഫുൾ ആൻഡ് ഇൻസൈറ്റ്ഫുൾ, ഇന്റലിജന്റ് ലോയറിംഗ്. ഓക്കെ, ഗാലക്സി 52. ഓക്കെ, താങ്ക് യു. I hate wasting my time as well as the time of others. ആൻഡ് വിൻസെന്റ് ജി പറയും, ആൻഡ് ഇളങ്കോജി പറയും, നിങ്ങളുടെ ഈ വെള്ളിയാഴ്ച ക്ലബിൽ ഏറ്റവും കൂടുതൽ ഒരു നോൺ ലോയർ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഞാനാണെന്നുള്ളത് സമ്മതിക്കുന്നുണ്ടോ? ഒന്ന് കൈപോക്കിക്കേ, വിൻസെന്റ് ജി ആൻഡ് ഇളങ്കോജി. എന്തുകൊണ്ട്? ബിക്കോസ് എനിക്ക് ഈ പ്രൊഫഷനോട് അത്രത്തോളം ഇതുണ്ട്, അടുപ്പമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 45 കൊല്ലത്തിൽ എത്ര കേസുമായിട്ട് ഇപ്പോഴും കേസ് നടക്കുകയാണ്. ആൻഡ് ഐ റീഡ് ഓൾസോ. അതുകൊണ്ടാണ് നാട്ടിലെ ഓരോ കാര്യം, അതുകൊണ്ടാണ് ഇളങ്കോജി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ രാജഗോപാലാചാരി അവിടുത്തെ ആ കോടതിയിൽ കമൽഹാസന്റെ ആ സിനിമയ്ക്ക് 300 കോടി. I keep myself aware of what is going on there, everything. ഒരു ദിവസം ഞാൻ റിട്ടയർഡ് ആണ്, ഐ യൂസ് മൈ ടൈം പ്രൊഡക്റ്റീവ്ലി. ഓക്കെ ബാബു ഗോപാൽജി, ഓക്കെ ഐ കോൾ യു, താങ്ക് യു, ഞാൻ ഇപ്പം വിളിക്കാം. അപ്പോൾ ഐ യൂഷ്വലി spend 4 to 5 hours reading different newspapers, watching different YouTube channels, and then I think, ഇതിൽ ന്യൂസ് പേപ്പറിലെല്ലാം സത്യമാണ് വരുന്നത്? ഇല്ല, കള്ളമാണ് ഒരുപാട് പ്രിന്റ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പറിൽ കള്ളം നല്ലൊരു ശതമാനം. അവരിപ്പം പ്രോ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എഴുതും, അവർ പ്രോ BJP ആണെങ്കിൽ ആ രീതിയിൽ പറയും. വാർത്തകളെല്ലാം ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും, ഡിസ്കളേർഡ് ആയിരിക്കും.
അപ്പോൾ ഞാൻ ഇത് രണ്ടും വായിക്കും, അവിടെയും വായിക്കും ഇവിടെയും വായിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഐ യൂസ് മൈ കോമൺ സെൻസ് and intelligence to find out what is the truth. Okay, Babu Gopalji, you wanted to say something or ask something? Okay, unmute here, turn on the camera and go ahead. I can't see you, doctor. I am hearing, but there has occurred some defects in the. എന്ത് പറ്റി നിങ്ങൾക്ക്? എനിക്ക് നിങ്ങളെ കാണാമായിരുന്നു, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയില്ലായിരുന്നോ? ഇപ്പം ബാബു ഗോപാൽജി നിങ്ങളെ ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. ചിലപ്പം Okay, anybody else? Okay, ശ്രീതാജി, okay, go ahead. ബാബു സാർ പറയുന്നുണ്ട്. ഓപ്പോ ഹൗ കാൻ ഇംപ്രൂവ് മെമ്മറി. ഈ ഓപ്പോ A15 എന്ന് പറഞ്ഞ ആ നമ്പർ മാറ്റിയിട്ട് ആ പേര് പറഞ്ഞ ആരാണ് ഓപ്പോ? ആരാണ് ഓപ്പോ A15? ഇതെല്ലാം ഒരു നമ്പർ. എന്താണ് നമ്പർ മാറ്റി പേര് പറയുക? ഓക്കെ, ബാബു ഗോപാൽജി പറയൂ. നമ്പർ നിങ്ങളാണോ ഈ? അല്ലല്ല, ഓപ്പോ എന്ന് പറഞ്ഞ ഒരാള്. അല്ല, ബാബു ഗോപാൽ, the advocate, he's an advocate practicing in Todupuzha bar. He's from Idukki district. ഓക്കെ, പക്ഷേ വിൻസെന്റ് ജി ഒരു ഓപ്പോ A15 ആണ്. ഒരു മെമ്മറിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരു ചോദ്യം മെമ്മറിയെ കുറിച്ച്. ഓപ്പോ ഒന്ന് പറയൂ, ആരാന്നാ? ഡോക്ടർ, ഞാനാണത് ബീലാമ AP, വക്കീലാണ്. ലീലാമണി. ഓക്കെ, നിങ്ങളുടെ പേര് ഇനി അത് മാറ്റിയിട്ട് പേരടിക്കണം. ബീലാമ, BWLAMMA. ഓക്കെ, അതൊന്ന് പ്ലീസ് നിങ്ങളുടെ അതിന് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. നിങ്ങളുടെ പേര് അതിന് എവിടെ പ്രാക്ടീസ് ചെയ്യുന്നു മാഡം? ഹൈക്കോർട്ടിലെ ജില്ലാ കോടതി. ഓക്കെ ഓക്കെ, ഐ വിൽ ബി ഗ്ലാഡ് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. അത് ആദ്യം ബാബു ഗോപാൽജി, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ലെ പറയാനുള്ളത്? I am listening you, doctor, but I can't see. There has occurred some defects in my. There has occurred some defects in my I don't know what happened. ഓക്കെ, നിങ്ങളുടേത് മറ്റേ ലാപ്ടോപ്പ് ആണോ അതോ മൊബൈൽ ഫോൺ ആണോ? മൊബൈൽ. പറ്റുമെന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പിൽ കയറുക. ഞാൻ മൊബൈലിൽ നിന്ന് കയറാറേ ഇല്ല. എനിക്ക് മൊബൈൽ ഫോണുണ്ട്. ഓൾവേസ് ഞാൻ ലാപ്ടോപ്പ്. അപൂർവം മാത്രമേ ഉള്ളൂ ഈ മൊബൈൽ. ഇഫ് ഐ ആം നോട്ട് അറ്റ് ഹോം, സംവെയർ എൽസ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിൽ കയറുക. ദാറ്റ് ഇസ് ദി ബെസ്റ്റ് വേ. ഓക്കെ, ഇനി വല്ലതും ചോദിക്കാനുണ്ടോ? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? No, I am listening you, doctor. ഓക്കെ, ഗുഡ്. നമ്മൾ ഇതേ ഓപ്പോ A15 ഇവർ ചോദിച്ചതെന്ന് വെച്ചാൽ മെമ്മറി എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് അല്ലേ? ഹൗ ക്യാൻ ഇംപ്രൂവ് മെമ്മറി? ഓക്കെ, അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. അത് ഒറ്റ ഇതിൽ ഞാൻ ഒരു 5 സെക്കൻഡ് ഉണ്ടോ 10 സെക്കൻഡ് ഉണ്ടോ 1 മിനിറ്റ് ഉണ്ടോ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾ തന്നെ ഒരു ഇത് ചെയ്യുക, ഒരു ചെറിയൊരു സെമിനാർ പോലെ. ഐ ആം റെഡി ടു ഡൊണേറ്റ് മൈ ടൈം ആൻഡ് നോളജ് ഫോർ ഫ്രീ. പോരെ, ഇതിലപ്പുറം എന്ത് വേണം? ഒരു പൈസ കഴിഞ്ഞാൽ ഐ ആം ഡൂയിങ് മെനി തിങ്സ് ദീസ് ഡേയ്സ് നോട്ട് ഫോർ മേക്കിംഗ് മണി. അതെ, എനിക്ക് വേണ്ടത്ര കാശുണ്ട്. ഐ ആം കണ്ടന്റഡ്. എനിക്ക് അങ്ങനെ വലിയ ആർത്തിയൊന്നുമില്ല. അതാണ് ഞാൻ ഓരോ ആഴ്ച ഒരു ടോക്ക് കൊടുക്കുമ്പോൾ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഐ റീഡ് എ ലോട്ട്, ഡു എ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഐ ഗിവ് ദ ടോക്ക്. ഇതിൽ ഞാൻ പറഞ്ഞു എൻ്റെ മിഷൻ entertain, educate, enlighten and empower. അതുകൊണ്ട് മെമ്മറി പ്രോബ്ലം ഉണ്ടോ? എല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ 40ാമത്തെ വയസ്സിലാണ് ഞാൻ അന്ന് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. അപ്പോഴാണ് ഞാൻ നേരെ വിദേശത്തേക്ക് പോവുക. ഒരു MRCP ഇംഗ്ലണ്ടിൽ പോയിട്ട് MRCP ഒരു ഡിഗ്രി, അമേരിക്കയിൽ വന്നിട്ട് അമേരിക്കൻ ബോർഡ് ഓഫ് ഇന്റേണൽ മെഡിസിൻ ഒന്ന് എടുക്കാം എന്ന് ഞാൻ ഒരു ഡിസൈഡ് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഈ അമേരിക്കൻ ഇതിനു വേണ്ടിയുള്ള എക്സാം ഉണ്ട്, എൻട്രൻസ് എക്സാം, നീറ്റ് പരീക്ഷ പോലെ. അതിൻ്റെ പാസിംഗ് സ്കോർ 75 ആണ്, 50 അല്ല. 75 ഉണ്ടെങ്കിലേ പാസ്സാകത്തുള്ളൂ. പാസ്സായാൽ 75 വെച്ചുകൊണ്ട് മിക്കയിടത്തും കിട്ടത്തില്ല, റെസിഡൻസി കിട്ടത്തില്ല. 80 മുകളിൽ വേണം. യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 85 മുകളിൽ വേണം. അടുത്തത് MRCP പരീക്ഷ,
അവിടത്തേക്കുള്ള പ്ലാബ് എക്സാമിനേഷനൊക്കെ 20% പാസ്സാകത്തുള്ളൂ. 20%-ൽ കൂടുതൽ പാസ്സാകത്തില്ല. 100 പേര് എഴുതിയ 80 പേര് തോറ്റിരിക്കും. പ്ലാബ് എക്സാം, MRCP എക്സാമിനേഷൻ 1/3 പാസ്സാകത്തുള്ളൂ. അപ്പോൾ ഇംഗ്ലണ്ടിൽ പോകണം. ചെലവ് എത്രയാണ്? ഞാൻ ഇതിന് പോകാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരും ബാക്കിയുള്ളവരും എന്നെ കളിയാക്കി. ഇയാൾക്ക് വട്ടാണ്, ഇയാൾക്ക് ഈ വയസ്സുകാലത്താണ് ഈ ഇതൊക്കെ ചെന്ന് പരീക്ഷയ്ക്ക് എഴുതി ഒരു 10-12 സബ്ജക്റ്റ് പഠിക്കണം. അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ് പണ്ട് പഠിച്ച എല്ലാം പഠിക്കണം. അത്രയും പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് ചാലഞ്ച്. MBBS കഴിഞ്ഞവർ തന്നെ പോയിട്ട് തോക്കുകയാണ്. ഫ്രഷായിട്ട് പോയവർ 24-25 വയസ്സുള്ളവർ. അപ്പോഴാണ് 40 വയസ്സുള്ള ഞാൻ പോകാനായിട്ട്. കേൾക്കുന്നുണ്ടോ ഓപ്പോജി? ബീലാമ്മയോ എന്താണ്? ഡോക്ടറെ കേൾക്കുന്നുണ്ട്. ബീലാമ, BEELAMMA, ബി ഹണി ബിയുടെ ബി. ഓക്കെ, ബീലാമ. ബീലാമ്മ. ഓക്കെ. ആ, ഒരു ഈ അൺയൂഷ്വൽ പേര് വരുമ്പോൾ കുറച്ച് പ്രയാസമാണ് ചിലപ്പോൾ ഓർക്കാനായിട്ട്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ ലീലമ്മ അല്ലെങ്കിൽ മറ്റേ മറിയമ്മ എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ എളുപ്പമാണ്. ഓക്കെ, സ്റ്റിൽ ഐ എം ഏബിൾ ടു റിമെമ്പർ ലീലമ്മ. സോ എനിക്ക് എല്ലാവരും വട്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് ലക്ഷങ്ങൾ ചിലവാക്കണം. ടോക്കിംഗ് അബൌട്ട് ഒരു 30 കൊല്ലത്തിന് മുമ്പ് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലോട്ട് ഓഫ് മണി. ഐ ഹാഡ് ദി കോൺഫിഡൻസ് ഇൻ മൈസെൽഫ്. അതിൽ മെമ്മറൈസിങ് സ്കിൽസിനെ കുറിച്ച് ഞാൻ കുറേ വായിച്ച് നന്നായിട്ട് പഠിച്ച് ഐ വാസ് ഏബിൾ ടു റീറ്റെയിൻ ആൻഡ് റിക്കോൾ ഇൻഫർമേഷൻ. ഞാൻ പോയി എല്ലാ പരീക്ഷയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. ആൻഡ് ദാറ്റ് മറ്റേത് 75 പാസിംഗ് സ്കോർ. മൈ സ്കോർ വാസ് 89. ഇത് ഞാൻ ജീനിയസ് ആയതുകൊണ്ടാണോ? അല്ല, ഞാൻ ജീനിയസ് അല്ല, സൂപ്പർമാൻ അല്ല. ബട്ട് ഐ ലേൺഡ് ദാറ്റ് മെത്തഡോളജി, ഐ അപ്ലൈഡ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എക്സൈറ്റഡ് ആണ്. ഇഫ് സംബഡി വാണ്ട്സ്, ഓക്കെ, ഐ വിൽ ഷെയർ വിത്ത് യു ദി ട്രിക്സ് എല്ലാം. അതുപോലെ ഇപ്പോഴും ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കുന്നു. അമേരിക്കയിലാണ്. ഒരു 45 കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 50 കൊല്ലത്തിന് മുമ്പ് നോ വേ ആരെങ്കിലും നിങ്ങൾ അമേരിക്കയിൽ പോവും, ഇംഗ്ലണ്ടിൽ പോകും എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വെറുതെ കളിയാക്കരുത്. എന്തുകൊണ്ട്? ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു. എനിക്ക് എൻ്റെ അച്ഛൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കഴിവുമില്ല. ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിലേ ചെന്ന് ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയൊക്കെ ഇത് ചെയ്യുന്നുള്ളത്. ആൻഡ് ഐ സഫേർഡ് ഫ്രം എ ലോട്ട് ഓഫ് ദറ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചവരൊന്ന് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയാമോ, അവിടെയാണ് നമ്മുടെ എന്താ പറയുക അസംഷൻ. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയാലേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ. ഇനി പറ്റത്തില്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയില്ല. എനിക്ക് കുറച്ച് എൻ്റെ അച്ഛനും അമ്മയോടത്ത് ദേഷ്യം വരികയാണ്. ഇവരെന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ അയക്കാത്തതുകൊണ്ടല്ലേ എൻ്റെ ഇതെല്ലാം. ഓക്കെ, താങ്ക് യു, ഞാൻ പറയാം എൻ്റെ ബീലാമ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രക്ഷയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് യാദൃച്ഛികമായിട്ട് ഞാനൊരു മറ്റേ ഇതാണ് എൻ്റെ അഡിക്ഷൻ. എനിക്കൊരു അഡിക്ഷനുണ്ട്, ഓപ്പണായിട്ട് പറയാം. നിങ്ങൾ ആർക്കും അറിഞ്ഞൂടാത്ത ഒരു അഡിക്ഷനാണ് സിനിമ കാണുന്ന അഡിക്ഷൻ. കേട്ടോ, സിനിമ അഡിക്ഷനാണ്. ഇപ്പോഴും ഞാൻ ഒരു വർഷത്തിൽ കുറഞ്ഞതൊരു 300 സിനിമ കാണും. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, 300 മൂവീസ് എവറി ഇയർ. അത് കണ്ട സിനിമ അതിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അത് 3 തവണ 5 തവണ 10 തവണയും കാണും. അപ്പോഴങ്ങനെ തമിഴ് കാണും. എനിക്ക് തമിഴ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, എഴുതാനും വായിക്കാനും അറിയാം. തമിഴ് സിനിമ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. അങ്ങനെ തമിഴ് സിനിമയിലെ ശിവാജി ഗണേശൻ, ബീലാമ്മ കേട്ടിട്ടുണ്ടോ പേര്? ശിവാജി ഗണേശൻ കേട്ടിട്ടുണ്ടോ? അറിയാം. ശിവാജി ഗണേശൻ അന്നത്തെ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചു ആ തമിഴ് ഫിലിം മാഗസീനിൽ. അതിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഡെയിലി റുട്ടീൻ എന്താണെന്ന് ചോദിച്ചു വന്നപ്പോൾ രാവിലെ അങ്ങേര് മറ്റേ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങേര് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുമോ? ഇങ്ങേര് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇങ്ങേര് ഫോർമൽ സ്കൂളിൽ 3ാം ക്ലാസ്. സോ ഐ ബിക്കേം ക്യൂരിയസ്. പിന്നെ നോക്കുന്നത് സുന്ദരമായിട്ട് ശിവാജി ഗണേശൻ ഇംഗ്ലീഷ് സംസാരിക്കും. ലതാ മങ്കേഷ്കർക്ക് മറ്റേ ചെന്നൈയിൽ വരികയാണെങ്കിൽ പുള്ളിയുടെ വീട്ടിലാണ് ഗസ്റ്റായിട്ട് താമസിക്കുന്നത്. വേറെ ഒരുപാട് പേര് ശിവാജി ഗണേശൻ്റെ വീട്ടിൽ. അപ്പോഴെനിക്ക് മനസ്സിലായി
ഈ ഫോർമൽ സ്കൂളിംഗ് എഡ്യൂക്കേഷൻ അല്ല, ഇല്ലാത്തതുകൊണ്ടല്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകാത്തതുകൊണ്ടല്ല. ആദ്യം വേണ്ടത് എന്താണ്? വൊക്കാബുലറി. ബീലാമ്മ, നിങ്ങളുടെ വൊക്കാബുലറിയാണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്. നല്ലൊരു ശതമാനം പേർക്കും ലോയേഴ്സിനും ഇത് പറഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ബാർ അസോസിയേഷനിൽ, ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിൽ 25 അല്ലെ 30 കൊല്ലത്തിന് മുമ്പ്, ആൾമോസ്റ്റ് 30 കൊല്ലം ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച് ഒരു ടോക്ക് കൊടുത്തു, ഒരു ലഞ്ചിന് ബ്രേക്കിന്. അത് കഴിഞ്ഞിട്ട് 2 ലേഡി അഡ്വക്കേറ്റ്സ് എന്നെ അപ്രോച്ച് ചെയ്തു. അവർക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സ്കില്ലൊന്ന് ബൂസ്റ്റ് ചെയ്യണം, വല്ല ഒന്ന് ക്ലാസ് എടുക്കാമോ എന്ന്. ഞാൻ എസ് എന്ന് പറഞ്ഞു. 5 സെഷൻ അവർക്ക് എടുത്തു, 2 മണിക്കൂർ വെച്ച് 10 മണിക്കൂർ. പിന്നെ അവർക്ക് എന്തായെന്ന് എനിക്ക് അറിയാം. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലോട്ട് പോയി. അതുകൊണ്ട് അവർ പറഞ്ഞാൽ അവർക്ക് ഹൈക്കോടതിയിൽ പോയി ഇത് ചെയ്യാനായിട്ട് പ്രയാസമാണ്. ബിക്കോസ് അവിടെ ഇംഗ്ലീഷാണ് വേണ്ടത്. ലോവൽ മറ്റേ മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ റീജിയണൽ ലാംഗ്വേജ് മതി, മലയാളം മതി എന്നൊക്കെ പറയും. സോ ഐ ഐഡൻറ്റിഫൈഡ് എൻ്റെ വീക്ക്നെസ് എവിടെയാണ്. എൻ്റെ വൊക്കാബുലറി വളരെ വളരെ പുവറാണ്. ആദ്യം സ്റ്റെപ്പ് വൊക്കാബുലറി എൻഹാൻസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. അത് ഞാൻ സെയിം തിങ് ഹിന്ദു ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ട് അതിൽ ദിവസവും എഡിറ്റോറിയൽ വായിക്കും. ബിലാമ ഇതാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ആണെങ്കിൽ മിക്കവരും ന്യൂസ് പേപ്പർ വായിക്കുന്നേ ഇല്ല, കാണുന്നത് TV ന്യൂസ് ആണ്. നോ, TV ന്യൂസ് അല്ല വേണ്ടത്. അതും മലയാളത്തിലുള്ള TV ന്യൂസുകൾ. നോ, ഇഫ് അറ്റ് ഓൾ യു വാച്ച് ഇംഗ്ലീഷ് TV ന്യൂസ് ചാനൽ. എന്നിട്ട് ഞാൻ അതിൽ എഡിറ്റോറിയൽ വായിക്കും. ഓരോ ദിവസവും ഓരോ ടോപ്പിക് ആയിരിക്കും. ഇന്നത്തെ വന്നിട്ട് ടെററിസ്റ്റിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നാളെ വന്നിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം ഇൻഫ്ലേഷനെ കുറിച്ചായിരിക്കും. ഇങ്ങനെ ടോപ്പിക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഓരോരുത്തരും കുറെ പുതിയ വാക്കുകൾ വരും. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാത്ത വാക്കുകളാണ്. ഒരു മടി കൂടാതെ നല്ലൊരു ഡിക്ഷണറി വാങ്ങിച്ചു. വെരി എക്സ്പെൻസീവ്. അന്ന് വാങ്ങിച്ചത് ഞാൻ 1000 രൂപയാണ്. ഞാൻ ടോക്ക് അബൌട്ട് 45 കൊല്ലത്തിന് മുമ്പ് 1000 രൂപയ്ക്ക് 3 വോളിയമുള്ള ഡിക്ഷണറി. എന്നിട്ട് അതിന് മീനിങ് എല്ലാം നോക്കിയിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതും, വേർഡും മീനിങ്ങും. എന്നിട്ട് അടുത്ത ദിവസം എങ്ങനെയെങ്കിലും ഇതിന് എവിടെയെങ്കിലും ഞാൻ യൂസ് ചെയ്യും. പുതുതായിട്ട് പഠിച്ച വാക്കിനെ ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് പോയി മറന്നുപോകും. കോൺവെർസേഷനിൽ യൂസ് ചെയ്യും. അങ്ങനെ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോൾ യെസ്, ആ കോൺഫിഡൻസ് കൂടി. ദെൻ ഐ സ്റ്റാർട്ടഡ് ലിസണിങ് ടു ദി BBC റേഡിയോ, വോയിസ് ഓഫ് അമേരിക്ക റേഡിയോ. അപ്പോൾ ആക്സെന്റ്, പ്രൊനൗൺസിയേഷൻ ഇന്നിപ്പം വളരെ എളുപ്പമാണ്. ഇന്നിപ്പോൾ ഇന്റർനെറ്റൊക്കെ ഉണ്ട്. ഒരു വേർഡിന് മീനിങ് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ തന്നെ ആ വേർഡിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എന്നാ പിടിച്ചോ ഗൂഗിളിൽ ആ മീനിങ്ങിൻ്റെ ഡിക്ഷണറി വരും, ഡെഫിനിഷൻ വരും, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം അതും വരും, എല്ലാം വരും. സോ ദാറ്റ് ഈസ് ഹൗ ഐ വാസ് ഏബിൾ ടു ഓവർകം ദാറ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്നിട്ട് അതിൻ്റെ കോൺഫിഡൻസിലാണ് അവസാനം ഇംഗ്ലണ്ടിൽ പോകുന്നതും. ഇംഗ്ലണ്ടിൽ 2 കൊല്ലം ഞാൻ ജോലി ചെയ്തു. ഇപ്പോൾ അമേരിക്കയിൽ വന്നിട്ട് 1994 മുതൽ നിൽക്കുന്നു. മെമ്മറി പവർ, ആ മെത്തേഡ്സ് ഇട്ടതുകൊണ്ട് എല്ലാ പരീക്ഷയും ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ പരീക്ഷയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് 10% സ്കോറുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ജീനിയസ് അല്ല. വിൻസെന്റ് ജി സമയമായി എന്ന് എനിക്കറിയാം. വിൻസെന്റ് ജി ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ആട്ടി, ഇപ്പം ഞാൻ പോയില്ലെങ്കിൽ ആ സ്ക്രീനിൽ കൂടെ തന്നെ എന്നെ ഇപ്പോൾ ചവിട്ടുന്ന ലക്ഷണമാണ് കാണുന്നത്. ഓക്കെ താങ്ക് യു. Thank you, Dr. listening. Venugopal. It was a very, I would say, very fabulous session. I would say a session with a difference. A lot of giving a lot of from your own examples. You have highlighted the topic. Giving a lot of tips for people. So time is up. We call upon Advocate Venkatesh sir. Please propose out of thanks so that we shall. ഇനി ഇടയ്ക്ക് ആരോ ഒരാൾ ലിങ്ക് ചോദിച്ചു. ഞാൻ ആ ലിങ്ക് എൻ്റെ പവർ പോയിന്റ് സ്ലൈഡിൽ അവസാനത്തെ സ്ലൈഡിലുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ലേ, സെയിം ലിങ്കാണ്. എൻ്റെ ലിങ്ക് ഒരിക്കലും മാറുന്നില്ല. ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ BSNL നമ്പറാണല്ലോ ആദ്യത്തെ മൊബൈൽ നമ്പർ 94470 തുടങ്ങുന്നത്. 94470. then I made 92270. ഓർക്കാൻ എളുപ്പമാണ്. എന്നിട്ട് പാസ്കോഡ് എളുപ്പമാക്കാനാണ് 1234. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. സെയിം ലിങ്ക് എവറി തേഴ്സ്ഡേ 8 മണി. കോഷിജി നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത്? വേർ ഡു യു വർക്ക്? നിങ്ങൾ ലോയറിലല്ലെന്ന് പറഞ്ഞു. എന്താണ്? ഞാൻ IT ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാൻ റിട്ടയർഡ് മന്ത് ബാക്ക്. ഓക്കെ റൈറ്റ്. എവരിബഡി ഈസ് വെൽക്കം. കോശി സാറ് ഒന്ന് ഔട്ട് ഓഫ് താങ്ക്സ് പറയുക. നമ്മുടെ അഡ്വക്കേറ്റ് വെങ്കടേശ്വര അദ്ദേഹം ട്രാവലിംഗിലാണ്. ക്യാൻ യു പ്ലീസ് ഗീവ് ഔട്ട് ഓഫ് താങ്ക്സ്?
Okay, sir. Okay. Okay. Thank you. And thank you, Vincent, sir, for giving and extending and bestowing me with the opportunity and a glamorous opportunity to propose vote of thanks to Dr. Venugopal Reddyar for his fabulous presentation and session. I hope everyone has enjoyed the session, and everyone has really become beneficiaries of the session. And thank you once again, Venugopal Reddyar sir, Dr. Venugopal Reddyar, and thank you, Kalamassery Bar Association. And on behalf of Kalamassery Bar Association, I am taking that privilege too. On behalf of Kalamassery Bar Association, I would like to extend my thanks to all the people, including Dr. Venugopal Reddyar, who was the facilitator, and all the members present here. Thank you. Thank you once again. Thank you. Okay. Thank you. Thank you so much. Thank you all. And Thank you. I must thank Vincent G for letting me use my Zoom link. ഒരു പിടിവാശിയില്ലാതെ ഗൂഗിൾ മീറ്റിൽ തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറയാത്തതുകൊണ്ട് ഇന്ന് എനിക്ക് ഈ സൂമിൽ ഐ വാസ് ഏബിൾ ടു ഷോ നല്ല പവർ പോയിന്റ് സ്ലൈഡ്സും എനിക്കും നിങ്ങളെ കാണാൻ പറ്റി, നിങ്ങൾക്കും എന്നെ കാണാൻ പറ്റി. അതിന് വിൻസെന്റ് ജിയോട് ഞാൻ ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്രസ് മൈ താങ്ക്സ്. ആൻഡ് ഫ്യൂച്ചറിലും എൻ്റെ കയ്യിൽ ഒരു 100 കണക്കിന് ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ബി ഓഫ് യൂസ് ഫോർ ദി ലോയേഴ്സ്, എനി പ്രൊഫഷൻ. ആൻഡ് ഇഫ് യു വാണ്ട്, കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു വിഷയവുമായിട്ട് വരും. അപ്പോൾ താങ്ക് യു ഡോക്ടർ വേണുഗോപാൽ, താങ്ക് യു ഓൾ. ആൻഡ് ദ പ്രോഗ്രാം ഈസ് ഓവർ. ഗുഡ് നൈറ്റ്. Good night, sir. Good night. Good night.